2019 റിലീസായ എൻഡ്ലെസ് ലവ് എന്ന വളരെ രസകരമായ ഒരു തായ് ഡ്രാമയാണ് ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങാനായി പോകുന്നത്. തായ് ഡ്രാമാസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ് നമ്മുടെ നായകൻ. വളരെ രസകരമായ സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കൂട്ടുകാർക്കൊന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്ര കൂട്ടുകാർക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായി എന്നറിയാലോ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഡേയെ കാണിച്ചുകൊണ്ടാണ്. ഡേ കാണാൻ സുന്ദരനും സുമുഖനുമായ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. അവനെ കാണുമ്പോൾ അവൻ ഭയങ്കര ജോളി ടൈപ്പായിട്ടും നല്ല റിച്ച് ഫാമിലി എന്ന് വരുന്ന ഒരു പയ്യനായിട്ടൊക്കെയാണ് അവന്റെ കെട്ടിപ്പൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ അതിന് നേർ വിപരീതമായിരുന്നു ഡേയുടെ ലൈഫ്. ഡേ ആക്ച്വലി സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. ഡേയുടെ അമ്മ അവന്റെ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. അമ്മയുടെ മരണം താങ്ങാനാവാതെ അച്ഛനാകട്ടെ മാനസികമായി ഭയങ്കരമായി തകർന്ന ഒരാളാണ്. ഡേ ഒരുപാട് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയാണ് അവന്റെ പഠനവും വീട്ടിലെ കാര്യങ്ങളും അച്ഛന്റെ ചികിത്സയും മറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡേ പല പാർട്ട് ടൈം ജോലികൾക്ക് പോകാറുണ്ടെന്ന്. ഇപ്പൊ തന്നെ അവൻ റോഡ് സൈഡില് തുണിക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിൽ ഇതുപോലെ കച്ചവടം ഒന്നും അനുവദിക്കില്ല. കൂടാതെ കച്ചവടം ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കുന്നതൊക്കെ ഭയങ്കര കാശലവുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കാതെ അവിടെ കച്ചവടം നടത്താനായി ഒരു ശ്രമത്തിലായിരുന്നു ഡേ. അതുകൊണ്ട് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവൻ വെപ്രാളത്തിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവൻ മാത്രമല്ല അവനെ പോലെ തന്നെ അവിടെ അനധികൃതമായി തെരുവ് കച്ചവടം നടത്തുന്ന മറ്റാളുകളും ഓടാണ്. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടയോട്ടം നടത്തുമ്പോഴാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പാർട്ടി കഴിഞ്ഞ് ആ വഴി നമ്മുടെ കഥാനായികയായ മിന്നിന്റെ വരവ്. മിന്ന് ഇവരുടെ എല്ലാം ഓട്ടത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട്. എന്തെവിടെ വല്ല മാരത്തൺ നടക്കുന്നുണ്ടോ, എന്തെല്ലാരും ഇങ്ങനെ ഓടുന്നെല്ലാം അവൾ മിഴിച്ചിരിക്കുമ്പോ പിറകിലൂടെ ഡേ ഓടി വരുന്നു. ഡേ പോലീസിന്റെ പിടിയിലാവാതെ അവിടെ നിന്ന് എങ്ങനെയല്ലോ ഓടാനായിട്ടുള്ള ശ്രമമായിരുന്നല്ലോ. അങ്ങനെ ഓടുന്ന അവന്റെ ഹാങ്കറിന്റെ അറ്റം അവിടെ ഉണ്ടായിരുന്ന മിന്നിന്റെ ഡ്രസ്സിൽ കൊളുത്തുന്നു. അങ്ങനെ അവൻ മുന്നോട്ട് ഓടുമ്പോ അവളുടെ ഡ്രസ്സ് ഇങ്ങനെ നൂലായി പിരിഞ്ഞു പിരിഞ്ഞു വരികയാണ്. അവൻ മുന്നോട്ട് ഓടുന്തോറും ഡ്രസ്സിന്റെ നൂലിങ്ങനെ മുന്നോട്ട് നീണ്ടുപോവുകയും ഡ്രസ്സിന് ഇറക്കം കുറയുകയും ചെയ്യുന്നുണ്ട്. എടാ നീ എന്തേ കാണിക്കുന്നതെന്ന് അവൾ വേഗം ആ നൂലും പിടിച്ചൊലിച്ച് മുമ്പോട്ട് ഓടുന്ന സമയത്ത് അടിച്ച് വീഴുന്നുണ്ട്. അപ്പോഴാണ് അവൾ ഇങ്ങനെ വീണതും തന്റെ പുറകെ ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്നതും ഡേ ശ്രദ്ധിക്കുന്നത്. അവൻ അവളുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴേക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. വേഗം തന്നെ സോറി പറയുകയും അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാന്റ് എടുത്ത് അവൾക്ക് ഇടാനായി കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവളോട് ഈ ഡ്രസ്സിന് എത്ര റേറ്റ് ആയെന്ന് പറ, ഞാൻ കാശടക്കാന്ന് പറയുന്ന ടീം അവൾ അതിനൊരു 40,000 രൂപ പറയുന്നുണ്ട്. 40,000 രൂപയൊന്ന് അത് കേട്ട് അവനാകെ കണ്ണ് മിഴിച്ച് നിൽക്കുമ്പോൾ ഇതെന്റെ ഡിസൈനർ ക്ലോത്ത് ആണ്, ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാ, എനിക്ക് അത്രയായി ഇത് നോക്കുന്നു പറഞ്ഞു അവൾ ഈ ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അവനെ കാണിക്കുമ്പോ ഇത്രയും രൂപയ്ക്ക് ഡ്രസ്സോ, ഈ ഒരു കാശുണ്ടായി ഞാൻ 100 കണക്കിന് ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുമല്ലോ എന്ന് അവൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. കാശ് കൊടുക്കാന്ന് പറഞ്ഞും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് അവൻ ഒരു പിടുത്തില്ല. അവനെ കൊണ്ട് 40,000 രൂപയൊന്നും കൊടുക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവനാകെ മിഴിച്ചു നിൽക്കുമ്പോഴേക്കും അവളുടെ കാൽ ഉളുക്കിയിട്ടുണ്ടായിരുന്നു. മുന്നേ തറയിൽ വീണിരുന്നില്ലേ, അവൾക്കിപ്പോ നേരെ നിൽക്കാനോ നടക്കാനോ വയ്യ. അത് കാണുന്ന അവൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന കുറ്റബോധത്തില് അവളെ താങ്ങി എടുക്കുന്നുണ്ട്. എവിടെ പോണം, ഞാൻ കൊണ്ടാക്കാന്നും പറയുന്നു. അവൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് അവളൊന്ന് ഷോക്കാവുന്നുണ്ട്. ഇവനെന്താ എന്നെ മുതലെടുക്കാൻ നോക്കാണെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിന്നോളാം, എന്നെ ആരും പിടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോ നിൽക്കാൻ പോലും അവൾക്ക് വയ്യാന്ന് കാണുന്ന അവനായിട്ട് ഐസ് പാക്ക് ഒക്കെ എടുത്ത് അവൾക്ക് ഉളുക്ക് മാറാനായി കാലിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. ഇവനീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ അവൾ ചെറുതായി അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കാണെന്നല്ല, അവൾ അവനെ പെട്ടെന്ന് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാണ്, ഞങ്ങളെ ചുവപ്പ് കയറുകൊണ്ട് കെട്ടിയതാണെന്നൊക്കെ അവൾ പറയുമ്പോ ചുവപ്പ് കയറോ അതെന്തോന്ന് എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ അത് കേട്ട് ചിരിക്കുന്ന ടീം അവൾക്ക് അത് ഇൻസൾട്ട് ആയി തോന്നുന്നുണ്ട്. നിന്നെ പോലെ റോഡിൽ തുണിക്കച്ചവടം ചെയ്യുന്നവനോടൊക്കെ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് പറ്റില്ല. അവൾ അവനെ പെട്ടെന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവനത് ഭയങ്കര ഫീൽ ആവുന്നു. എന്റെ തല പോയാലും ഈ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും, അത് ഉറപ്പ് കാര്യം. അതുവരെ വേണമെങ്കിൽ എന്റെ ID കാർഡ് ഒരു ഗ്യാരണ്ടിക്ക് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ് അവന്റെ ID കാർഡ് അവൾക്ക് കൊടുക്കുകയും കാശ് തരപ്പെടുത്തി അത് അവൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി അവളുടെ ഡീറ്റെയിൽസ് വാങ്ങുകയും അവളെ അവിടെ നിന്ന് വണ്ടിയിൽ പറഞ്ഞു വിടും മുന്നേ അവൾക്ക് ഉളുക്കുമാറാനായി മെഡിസിനും ഒപ്പം അതിന്റെ കൂടെ ചോക്ലേറ്റ് നൽകിയാണ് അവൻ അവിടെ നിന്ന് മടങ്ങുന്നത്. അവൾ അങ്ങനെ പറഞ്ഞത് അവന് ഭയങ്കര ഇൻസൾട്ടിങ് ആയി തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവൻ എങ്ങനെങ്കിലും ഇവൾക്ക് കാശ് തിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കാര്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ചത്. പക്ഷേ എങ്ങനെ ഇത്രയും വലിയ തുക കൊടുക്കുന്ന ഒരു പിടുത്തമില്ല. അവൾക്കത് ഒരു തുണിയുടെ കാശാണെങ്കിൽ അവനത് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവൻ ആകെ ടെൻഷൻ ആവുന്നു. അവൻ അന്ന് ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവന്റെ കയ്യിൽ ഈ തുണി ഇരിക്കുന്നത് കണ്ട് എടാ ഈ തുണിയൊക്കെ നിനക്ക് വിടുന്ന, ഇതൊക്കെ നീ റോഡിൽ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയതാണോ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയ ക്ലോത്ത് ആയിട്ടുണ്ടല്ലോ എന്നല്ല ഫ്രണ്ട് പറയുമ്പോൾ ഒന്നും പറയണ്ട, എനിക്കിന്ന് വലിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം ആ ഫ്രണ്ട്സിനോട് പറയുന്ന ടീം ആ കൂട്ടത്തിൽ ഒരാൾ ഇവൻ നല്ലൊരു ബോക്സർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. എന്ത് പാർട്ട് ടൈം ജോലി ചെയ്താൽ പെട്ടെന്ന് ഇത്രയും കാശ് കിട്ടുന്ന രീതിയിലാണ് അവൻ ചോദിക്കുന്നതെങ്കിലും ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലീഗൽ ബോക്സിങ്ങിനെ പറ്റിയാണ്. നല്ലൊരു ബോക്സറായ ഡേ വിചാരിച്ചാല് ഇല്ലീഗൽ ബോക്സിംഗിൽ പങ്കെടുത്ത് നല്ലവണ്ണം കാശുണ്ടാക്കാൻ പറ്റും. ഒന്ന് തോറ്റു കൊടുത്താൽ മതി, ബെറ്റ് വെക്കുന്നവരുത്, എനിക്ക് വേണ്ടി ഇഷ്ടംപോലെ കാശ് വരും എന്നെല്ലാം പറയുമ്പോൾ ചാവേണ്ടി വന്നാലും ഞാൻ ആ പണിക്കില്ല, എനിക്ക് ആ ഒരു ഇല്ലീഗൽ ബോക്സിംഗ് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മിന്നാകട്ടെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ ഒരു ഫ്രണ്ടുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ട് ആകട്ടെ ഏതാ പയ്യൻ, നീ ഒന്ന് കയ്യിലുള്ള ID കാർഡിന്റെ ഫോട്ടോ അയച്ച് ഹാൻസം ആണോ ഒന്ന് നോക്കട്ടെ
എന്നൊക്കെ പറയുന്ന ടീം മിൻ ഡേയുടെ ID കാർഡിന്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്. ആ ഫോട്ടോ കണ്ടപാടെ ആ ഫ്രണ്ട് ഷോക്ക് ആവാണ്. ഇടി നീ ആരോടെ ഏറ്റുമുട്ടിയത്, എന്ത് പണിയാ നീ കാണിച്ചെന്നല്ല ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അവളുടെ പേര് പാർക്ക് എന്നാണ്. പാർക്കാകട്ടെ ഇങ്ങനെ വെപ്രാളം പിടിപ്പിക്കുമ്പോ നീ എന്തേ പറയുന്നത്, ആരാത്, എനിക്കൊന്നും അറിയില്ലല്ലോ എന്നല്ല മിൻ പറയുന്ന ടീം നമ്മുടെ കോളേജിലെ ഒരു പോപ്പുലർ പയ്യനാ. ഡേ നീ ആ കോളേജിൽ പഠിക്കുന്ന ഒരാൾ തന്നെയാണോ, എന്നിട്ടും നിനക്ക് എന്ത് അറിയാത്തെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഡേ ഭയങ്കരമായി ബോക്സ് ചെയ്യും, മാർഷൽ ആർട്സിലൊക്കെ അവൻ ഭയങ്കര സംഭവമാണെന്നല്ല പാർക്ക് പറയുമ്പോ മിൻ ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. അവൾ കണ്ട ഡേ വളരെ സാധാരണക്കാരനായ ഒരു പയ്യനാണ്, റോഡിൽ ജീവിക്കാൻ വേണ്ടി തുണിക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, പോലീസിനെ കണ്ടപ്പോ ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഒരാളാണ്. അവനാണോ ഇവള് പറയുന്ന പയ്യനെന്ന് അറിയാനേ വേഗം സോഷ്യൽ മീഡിയ എടുത്ത് കോളേജിൽ ആ പോപ്പുലർ പയ്യനെ പറ്റി മിൻ സെർച്ച് ചെയ്യുമ്പോൾ അതെ അവൾ ഇന്ന് കണ്ട അതേ പയ്യൻ തന്നെയാണ് അവനെന്ന് കൺഫേം ആകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവന്റെ പോസ്റ്റുകൾക്ക് ഭയങ്കര ലൈക്സും കമന്റ്സും ഷെയറും ഒക്കെയാണ്. കൂടുതലും പെമ്പിള്ളാരാണ് അവന്റെ ഫാൻസ്. പറഞ്ഞു വരുമ്പോ കോളേജിലെ തനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ പെമ്പിള്ളാർക്കും അവനെ അറിയാമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുപോലെ പെൺകുട്ടികൾ അവന്റെ പോസ്റ്റിന് താഴെ അവൻ എന്റെയാണ്, ഓ എന്ത് ഹാൻഡ്സം ആണ്, ക്രഷ് അടിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഡേ പറഞ്ഞു വരുമ്പോ മിന്നിന്റെ കോളേജ് സീനിയറും കൂടിയാണല്ലോ. സീനിയറിന്റെ അടുത്ത് ആവശ്യമില്ലാണ്ട് വായി വന്നതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ഡേയുടെ കോൺടാക്ട് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ ഞാൻ ID കാർഡൊക്കെ തിരിച്ചു തരാം, കാശ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്താൽ മതിയെന്ന് മുന്നേ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച അവൾ തന്നെ ഇപ്പൊ ഒരു മയത്തിൽ അവൻ അങ്ങനെ മെസ്സേജ് അയക്കുന്നു. കാശ് വേണ്ട, ID കാർഡ് തിരിച്ചു തരാന്ന് പറയാനായിട്ട് മനസ്സ് വരുന്നില്ല. കാരണം അവൻ അത് തരാന്നും പറഞ്ഞ് പോയതല്ല. അപ്പൊ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അവനതിന് വേറെ രീതിയിൽ വല്ലതും ഇൻസൾട്ട് ആയി എടുത്താലോ എന്ന് കരുതിയാണ് അവൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ഡേക്ക് പുതിയൊരു പ്രശ്നം. അവന്റെ അച്ഛന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അച്ഛനെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കെയർ ടേക്കർ ആട്ടെ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പേരില് ഇനി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് പോവാണ്. എന്തോരം കഷ്ടപ്പാട് ഡേ അനുഭവിക്കുന്നു എന്നത് അവന്റെ അച്ഛന് പോലും അറിയില്ല. അച്ഛന് സത്യത്തിൽ അവൻ മകനാണെന്ന കാര്യം പോലും ഓർമ്മയില്ല. അവൻ കൂടെ ഉള്ളപ്പോ അവനോട് എന്തോ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന കണക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതും തന്റെ ഭാര്യ മരിച്ചു എന്ന് അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും അതിന്റെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും വൈഫ് മരിച്ചിട്ടില്ലാത്ത കണക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം കോളേജിലേക്ക് ചെല്ലുന്ന ടീം മിന്നിനെ ഡേയെ കാണിച്ചു കൊടുക്കാനായി പാർക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കാണുമ്പോ ഡേയുടെ ചുറ്റും അപ്പോഴും അവന്റെ ഫാൻസ് ആയ കുറേ പെൺപിള്ളേരുണ്ടായിരുന്നു. ഇവനെ ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കാണുമ്പോ മിൻ കളിയാക്കുന്നുണ്ട്. അയ്യേ ഒരു അസൽ കോഴി തന്നെ എന്ന് പറഞ്ഞ് അവൾ വല്ലാണ്ട് അങ്ങ് പുച്ഛിക്കുമ്പോ എന്തായാലും നിന്റെ ആ ഡോക്ടർ സിവേക്കാളും നല്ലതാണെന്ന് പാർക്കും പറയുന്നു. സിവെ വെച്ച് ഇവനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ, അവനാണ് ഏറ്റവും നല്ല പയ്യൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പയ്യൻ, എനിക്ക് അവനെ വളരെ ഇഷ്ടമാണെന്നല്ല മിൻ പറയുന്ന ടീമാണ് സിവയാണ് മിൻ മുന്നേ പറഞ്ഞ അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴും പാർക്ക് പറയുന്നുണ്ട് അവൻ ആളത്ര ശരിയല്ല, അവൻ പല പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അതൊന്നും തന്നെ മിൻ കേൾക്കുന്നേ ഇല്ല. ആക്ച്വലി ഈ സിവ മിന്നിന് പണ്ടോട്ടേ അറിയാവുന്ന പയ്യനാണ്. മിന്നിന്റെ ഫാമിലി ഫ്രണ്ട് ആണ് അവന്റെ ഫാമിലി. കുട്ടിക്കാലത്തെ ഇവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. മിൻ ഈ ഒരു ഫാന്റസിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ലൈഫില് ഒന്നിക്കേണ്ടവരെ എപ്പോഴും ഒരു അദൃശ്യമായ ചുവപ്പ് കയറുകൊണ്ട് വിധി ബന്ധിച്ചിരിക്കുന്നതെന്നും അതാണ് അവരെ ഫ്യൂച്ചറിൽ ഒന്നിപ്പിക്കുക, അങ്ങനെയുള്ളവരാണ് പ്രണയത്തിലാവുന്നതും വിവാഹിതരാവുന്നതും എന്നൊക്കെയാണ് അവൾ ഈ ഡ്രാമാസ് ഒക്കെ കണ്ട് വിശ്വസിച്ചിരിക്കുന്നത്. അന്നൊക്കെ ഇവൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് അവന്റെ കൈയും അവളുടെ കൈയും ചുവപ്പ് കയറുകൊണ്ട് കെട്ടാനൊക്കെ നോക്കുന്നത് കാണുന്ന അവനാകട്ടെ ഇവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായിട്ട് തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇൻ കേസ് നമുക്കിടയിൽ അങ്ങനെ ഒരു ചുവപ്പ് കയറുണ്ടെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു കൊച്ചുകുട്ടിയെ ഞാനൊന്നും ഡേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ അന്നേ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നത് എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവൾ ആകെ സങ്കടത്തിൽ മാറിയിരിക്കുന്നത് കാണുന്ന അവനാണ് വിഷമിക്കേണ്ടവാ നമുക്ക് സംസാരിക്കാന്നും പറഞ്ഞ് കൂടെ പിടിച്ചിരുത്തി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറഞ്ഞ് കയറ് കെട്ടാനായി അവൾക്ക് കൈയൊക്കെ കാട്ടിക്കൊടുത്തിരുന്നത്. അന്ന് മുതലേ അവൾ അവന്റെ പുറകെ പ്രണയം തലയ്ക്ക് പിടിച്ച് നടപ്പാണ്. പക്ഷെ അവൻ ഒരിക്കലും അവളെ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ക്രഷ് എന്ന രീതിയിൽ കണ്ടിട്ടേ ഇല്ല. സിവയെ സംബന്ധിച്ച് മിന്ന അവനൊരു അനിയത്തിയുടെ സ്ഥാനത്താണ്. എന്തായാലും അന്നും രാത്രി ആ ഒരു തുണിക്കച്ചവടത്തിന് ഡേ പോകുന്നുണ്ട്. അന്നും പോലീസ് എത്തുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്ന സമയത്താണ് അവിടെ മിന്നിനെ വീണ്ടും യാദൃശികമായി കണ്ടുമുട്ടുന്നത്. ഇവളെന്നെ കാശ് വാങ്ങിക്കാൻ വന്നതാണോന്ന് മട്ടില് അവൻ ചോദിക്കുമ്പോൾ കാശിനൊന്നും വന്നതല്ല, ഞാൻ എന്റെ ആർട്ട് എക്സിബിഷൻ നടത്താനായുള്ള പ്ലാനിങ്ങിലാണ്, അതിന്റെ ആവശ്യങ്ങൾക്ക് ഈ വഴി വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. കൂടാതെ അവൻ കാശിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ കാശൊന്നും തിരിച്ചു കിട്ടുന്ന എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. നിന്നെ പോലെ ഒരു ട്രീറ്റ് വെൻഡർ എങ്ങനെ എനിക്ക് കാശ് തരാനാണെന്ന്, അവനൊരു തെരുവ് കച്ചവടക്കാരനാണെന്ന് വീണ്ടും അവൾ അവനെ കളിയാക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അവന്റെ ആത്മാഭിമാനത്തിന് വ്രണമേൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെയെങ്കിലും ഇവളുടെ കാശ് തിരിച്ചു കൊടുത്തേ പറ്റൂന്ന് അവൻ ഉറപ്പിക്കാണ്. അവന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് അച്ഛന്റെ ചികിത്സയ്ക്കും ഇപ്പൊ അച്ഛനെ നോക്കാനായിട്ട് ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയ ആ ഒരു കെയർ ടേക്കർക്ക് കൊടുക്കാനായി കുറച്ച് കാശുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുന്നേ പറഞ്ഞ കണക്ക് ചികിത്സയ്ക്കും മറ്റു ചെലവുകൾക്കും അവൻ കൂട്ടി വെച്ചിരുന്ന ആ ഒരു മാസത്തെ അവന്റെ കാശ്, പക്ഷെ അത് മുഴുവനും ഇവൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടി വരും. ആത്മാഭിമാനം തന്നെയാണ് വലുതെന്ന് ഓർമ്മപ്പെടുത്തി അവൻ അത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കാശ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ മെസ്സേജ് കണ്ട് ഒരു രീതിയിലും ഡേയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ വകുപ്പുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവനിത് ഇപ്പൊ തന്നെ അയച്ചല്ലോ എന്ന് മട്ടില് അവളിങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ അവളിപ്പോ ഉണ്ടായിരുന്നത് ശിവയുടെയും പേരൻസിന്റെയും കൂടെ ഒരു ഡിന്നറിലായിരുന്നു. ആരാണ് ഫോണില്? ബോയ് ഫ്രണ്ടും അല്ലാണോ? പറയാനൊന്നും മടിക്കണ്ട, അങ്കിൾ എന്തായാലും വഴക്കൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, ഞാൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വെച്ച് ഒരു കിടക്കൻ എക്സിബിഷൻ നടത്തുന്ന കാര്യങ്ങളുടെ പുറകില, അതിന്റെ മെസ്സേജ് ആണെന്ന് അവൾ മുഴപ്പുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ അവൾ ശിവയുടെ പുറകിന് അവൻ ബോയ് ഫ്രണ്ട് ആണ്, ഇവരുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിലും അവന് തിരിച്ച് അവളോട് ഒരു താല്പര്യം ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കെയർ ടേക്കർക്ക് കൊടുക്കാൻ ഈ കാശില്ലാത്തതുകൊണ്ട് ആ ലേഡി ജോലിക്ക് വരുന്നില്ല, ഏൽപ്പിക്കാൻ വേറെ ആരുമില്ല, അവന് പഠിക്കാൻ പോവാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവനാകട്ടെ അച്ഛനെ വീട്ടിലിട്ട് പൂട്ടിയിട്ടാണ് അടുത്ത ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി പോകുന്നത്. കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് മിന്നിനെ ഡേ കാണുന്നുണ്ട്. വന്ന് നീ ഞാൻ പഠിക്കുന്ന കോളേജിൽ എത്തിയോന്ന് അവൻ ഒരുമാതിരി ദേഷ്യത്തില് ചോദിക്കുമ്പോ, അയ്യേ എനിക്ക് വേറെ പണിയില്ലേ, ഞാനും ഇതേ കോളേജിലാണ് പഠിക്കുന്നത്, അല്ല ഞാൻ ആരുടെയും പിറകെ വന്നതല്ലാന്ന് അവളും പറയുന്നുണ്ട്. ഈ യൂണിഫോം കണ്ട എന്താ മനസ്സിലാവില്ലെന്ന് ചോദിക്കുന്നവൾ, ഞാൻ ID കാർഡ് തിരിച്ചു തരാൻ വന്നാ, ഇന്നലെ എന്റെ കാശ് തന്നില്ലേ, കാശ് കിട്ടിയ ID കാർഡ് തിരിച്ചു തരണമെന്നായിരുന്നല്ലോ നമ്മുടെ ഡീല്, അത് തരാൻ വന്നതാണെന്ന് അവളും പറയുന്നു. നല്ല കാര്യം, ഇപ്പോ കാശ് തന്നു, തിരിച്ച് ഐഡിയും തന്നു, ഇനിയിപ്പോ നമ്മൾ അമ്മ കാണേണ്ട ആവശ്യമില്ലല്ലോ, നിന്റെ മുഖത്ത് നോക്കേണ്ട അവസ്ഥ എനിക്കില്ലല്ലോ എന്നെല്ലാം അവൻ ആശ്വാസത്തിൽ പറയുന്നുണ്ട്. കാരണം അവൻ ഇവളെ തീരെ ഇഷ്ടമില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. അവന്റെ വീട് നിന്ന് കത്താണ്, വീട്ടിൽ തീപിടുത്തുണ്ടായിരുന്ന ആ കോള് കേട്ട് അവൻ വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് ഓടുന്നു. കാരണം മാനസിക ബുദ്ധിമുട്ടുകളുള്ള അച്ഛനെ ഏൽപ്പിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ പൂട്ടിയിട്ടാണല്ലോ അവൻ ക്ലാസ്സിന് വന്നത്. എന്തോ അപകടം പറ്റിയ സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലാക്കുന്ന അവളാകട്ടെ വെപ്രാളം പിടിക്കുന്ന അവനെ വേഗം അവളുടെ കാറിൽ തന്നെ അവന്റെ വീടിന്റെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എത്തുമ്പോഴേക്കും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. ഫയർഫോഴ്സുകാർ അവൻ എത്തുന്ന ആ ഒരു സമയത്താണ് അച്ഛനെ തീ പിടിച്ച് കത്തുന്ന ആ ഒരു ബിൽഡിങ്ങിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ വീട് നിന്ന് കത്താണല്ലോ. ഈ സമയത്ത് അച്ഛനും അവനും വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം വീട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. അതില്ലാതെ അച്ഛനോ അവനോ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അത് അത്ര പ്രഷ്യസ് ആണ്. അത് എടുക്കാനേ അവൻ അകത്തേക്ക് ഓടുന്നുണ്ട്. തീ പിടിച്ച് കത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടരുതെന്നൊക്കെ എല്ലാവരും അവനെ വിളക്കുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാതെ ഓടി അകത്ത് എന്ന് സേഫായി അതും എടുത്ത് പുറത്തേക്ക് വരുന്നു. അതെന്താണെന്നറിയാവോ? അവന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ആയിരുന്നു. അത് അച്ഛന് ഏൽപ്പിക്കുമ്പോഴാണ് അവനും സമാധാനമാവുന്നത്, അത് കിട്ടുമ്പോഴാണ് അവന്റെ അച്ഛനും സമാധാനമാവുന്നത്. ഈ കാഴ്ചയൊക്കെ തന്നെ മിൻ കാണുന്നുണ്ടായിരുന്നു. ഇതേ ടീം അവിടെ നിൽക്കുന്നവർ ആരൊക്കെയോ ഡേയെ പറ്റി സംസാരിക്കുന്നത് മിൻ കേൾക്കുന്നുണ്ട്. അമ്മയില്ലാതെ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മ മരിച്ച ശേഷം മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അച്ഛനെ നോക്കാനായി അവൻ പെടാപ്പാട് പെടുകയാണ്. ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നത് കാശ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഇട്ടിട്ട് പോയി. ഒരു പക്ഷേ ജോലിക്കാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അത്യാഹിതം സംഭവിക്കില്ലായിരുന്നു. മാനസിക ബുദ്ധിമുട്ടുള്ള അച്ഛനെ എങ്ങനെ ഇനി ഒറ്റയ്ക്കാക്കി അവൻ പഠിക്കാൻ പോകുന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവൾക്ക് അതൊക്കെ കേട്ട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ അവർക്കൊക്കെ കൊടുക്കാനും മറ്റു ചെലവുകൾക്കും വെച്ച കാശായിരിക്കാം അവൻ തനിക്കെടുത്ത് തന്നത്. താൻ അവനെ അത്രയേറെ ഇൻസൾട്ട് ചെയ്തല്ലോ എന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത കുറ്റബോധം വരുന്നു. നന്നായി തന്നെ വീണ്ടും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാണ്. ആ വീട് തന്നെയല്ലേ ഉള്ളൂ അവർക്ക് താമസിക്കാനായി. അതിൽ തീ പിടിച്ചൊന്നും പറഞ്ഞ് വേറെ എവിടെയും പോകാനില്ല. അതുകൊണ്ട് തന്നെ ആ വീടൊന്ന് താമസിക്കാൻ പാകത്തിന് കരിയും പുകയൊക്കെ തുടച്ചെടുക്കാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടാവും. എടാ 10 രൂപയ്ക്കെങ്കിലും പെയിന്റ് മേടിക്കടാ, അത് ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് ഇവിടെ അടിക്കാന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോൾ കാശ് വാങ്ങാൻ കാശില്ല, അപ്പോഴല്ലേ പെയിന്റ് എന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ നിൽക്കാണ്. അതിന്റെ ഇടയിൽ സാഹചര്യം അറിയാതെ അച്ഛനും കൊച്ചു പിള്ളേരെ പോലെ അവിടെ കിടന്ന് കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ അവനും. എന്തായാലും ഇല്ലീഗൽ ബോക്സിങ്ങിന് പോകാം, കുറച്ച് കാശ് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന അവൻ ഇല്ലീഗൽ ബോക്സിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ അവന്റെ പേരിൽ ബെറ്റ് വെക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന കണക്ക് പറയുന്ന റൗണ്ടിൽ തോറ്റു കൊടുക്കണം, അപ്പോഴാണ് ആ കാശ് കിട്ടുക. ബോക്സിംഗ് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന, ബോക്സിംഗ് നന്നായി ചെയ്യാൻ അറിയാവുന്ന അവൻ കാശിന് വേണ്ടി അവിടെ തോറ്റു കൊടുത്ത് ആ കാശുമായി എത്തി അച്ഛനെ നോക്കാനായി ആ ലേഡിക്ക് ആ കാശും കൊടുത്ത് ഇപ്പൊ ചെയ്ത ഈ കാര്യങ്ങൾ ഓർത്ത് അവിടെ ഇരുന്ന് കരയാണ്. കാരണം ബോക്സിംഗ് അവൻ അത്ര പ്രിയപ്പെട്ടതാണ്. എന്നിട്ടും തനിക്ക് ഇങ്ങനെ ആ ബോക്സിംഗിലെ എത്തിക്സ് മറന്ന് അവിടെ കളിക്കേണ്ടി വന്നല്ലോ, അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഭയങ്കര സങ്കടം. അങ്ങനെ ഡേ ഇപ്പോ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവന്റെ ഈ ഒരു കഷ്ടപ്പാടിന് താനും ഒരു കാരണമാണെന്ന് തോന്നുന്ന മിന്നാകട്ടെ അവനിപ്പോ ഇല്ലീഗൽ ബോക്സിങ്ങിന് കാശിന് വേണ്ടി പങ്കെടുത്ത് മൊത്തം പരിക്കേറ്റിരിക്കുകയാണെന്ന് കണ്ട് അവന് വേണ്ടി മെഡിസിൻ വാങ്ങിക്കാനൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്നത് കാണുന്ന ഫ്രണ്ട് പാർക്കാകട്ടെ, എന്താ നീ കാണിക്കുന്നത്? ഈ കെയറിംഗ് ഒക്കെ കാണുമ്പോൾ നിനക്ക് അവനോട് എന്തോ താല്പര്യം ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ കളിയാക്കുമ്പോ, പിന്നെ എനിക്കോ അവനോടൊരു താല്പര്യമോ? നോ വേ എന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോളേജിലേക്ക് എത്തുന്ന ഡേയെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്നു. ആ പെൺകുട്ടിയോട് അപ്പൊ തന്നെ അവൻ റിജക്ട് ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കുന്ന കണക്ക് ഒരു ലക്ഷറി ലൈഫ് ഒന്നും അല്ല എനിക്കുള്ളത്. ഭയങ്കര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ അച്ഛൻ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ആ ഒരു രീതിയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശരി, നമുക്ക് ഈ റിലേഷൻഷിപ്പ് നോക്കാമെന്ന് അവൻ പറയുമ്പോൾ അവന്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നാൽ അവൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യും അവന്റെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് എന്നത് വിവരിച്ചിരുന്നല്ലോ അവിടെ. അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അവനെ പ്രപ്പോസ് ചെയ്യാനൊന്നും തോന്നില്ല. അവള് എന്നാ ശരി പോട്ടെ ചേട്ടാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ തന്നെ അവന് മെഡിസിൻ കൊടുക്കാനായി എത്തിയ മിൻ കാണുന്നുണ്ടായിരുന്നു. നിനക്ക് എന്തിന്റെ കേടാ? ഒരു പെൺകുട്ടി നിന്നോട് ഭയങ്കര കാര്യമായിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിനക്ക് മര്യാദയുടെ രീതിയിൽ സംസാരിക്കാൻ അറിയില്ലേ? അവള് നിന്നെ റിജക്ട് ചെയ്ത് പോകണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തില് ഒരുമാതിരി സംസാരം നീ സംസാരിച്ചതെന്നല്ല അവനെ അവൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനാകട്ടെ അവൾക്ക് എന്തും പറയാം. അവൾക്ക് നല്ല കാശുണ്ട്, ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട്
അവൾക്ക് ഏത് രീതിയിൽ ചിന്തിക്കാനോ പെരുമാറാനോ കഴിയും. പക്ഷെ തന്റെ സാഹചര്യം അതല്ല, താൻ ഇങ്ങനെയൊക്കെയാ എന്ന് അവളോട് അപ്പോഴേ ഒരുമാതിരി സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നതുകൊണ്ട് തന്നെ അവന് കൊടുക്കാനായി കൊണ്ടുവന്ന മരുന്ന് അവൾക്ക് കൊടുക്കാനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് അവൻ പാർട്ട് ടൈം ജോലിക്ക് പോയിരിക്കുന്ന ടീം അവനെ കാണാനായി ചെല്ലുന്നുണ്ട്. ആ മരുന്ന് കൊടുക്കുമ്പോൾ അവൻ അത് വാങ്ങിക്കാനായി നിൽക്കുന്നില്ല. കാരണം അവളുമായിട്ട് നല്ലൊരു കണക്ഷൻ അല്ല അവനുള്ളത്. രണ്ടുപേരും കീരിയും പാമ്പുമാണ്. അവളാകട്ടെ വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ നിർബന്ധിച്ച് അവന് മരുന്ന് വെച്ചു കൊടുക്കുമ്പോൾ അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കണ്ട, ഞാൻ കഷ്ടപ്പെടുന്ന ആരെ കണ്ടാലും ഇതുപോലെ ഹെൽപ്പ് ചെയ്യും, നിന്നോട് മാത്രമല്ലാന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. താങ്ക്സ് വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോ ആരെടാ പെണ്ണെന്ന് കൂടെയുള്ള ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട് ആണെന്നോ പറയുമ്പോ ഒരു ഫ്രണ്ട് മാത്രമാണോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ആ ഫ്രണ്ടും കളിയാക്കുന്നു. എന്തായാലും അങ്ങനെ മിൻ വീട്ടിലില്ലാത്ത സമയം നോക്കി തന്നെ അവന്റെ വീട്ടിലേക്ക് അവൾ പോകുന്നുണ്ട്. കുറെ ഫ്രൂട്ട്സും അച്ഛനും പിസയും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. അവൾ പമ്മി എത്തുന്നത് കണ്ട് ആദ്യം അച്ഛൻ ആരാ കള്ളിയാണോ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കാനായി പോകുന്നുണ്ടെങ്കിലും അവൾ അച്ഛനെ കാര്യമായി സംസാരിച്ച് അടുത്തിരുത്തി ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ ടീം അവിടെ മറ്റേ മെയ്ഡുണ്ടല്ലോ, പുള്ളിക്കാരിയോടും മിൻ സംസാരിക്കുന്നു. ആക്ച്വലി ഡേ അവർക്ക് കൊടുക്കാനായി വെച്ച കാശാണ്. സംഭവങ്ങൾ അറിയാതെ അവൾ എന്റെ കാശ് വേണമെന്ന് പിടിവാശി പിടിച്ചപ്പോൾ അവനെടുത്ത് കൊടുത്തതെന്നും അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് കാശ് കൊടുക്കാനായി അവന് കഴിയാഞ്ഞതെന്നും ഒക്കെ അവൾ പറയുമ്പോൾ അവനോട് അറിഞ്ഞോ അറിയാതെയോ താൻ കുറച്ച് മോശമായി പെരുമാറി. അപ്പൊ അതിലൊരു പ്രായശ്ചിത്തമായിട്ടാണ് താനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്നല്ല അവൾ പറയുന്ന ടീം. പ്രായശ്ചിത്തത്തിന്റെ പുറത്ത് ഇത്രയും കെയർ ആയിട്ട് ആരെങ്കിലും പെരുമാറോ, അതോ മൂക്ക് ശരിക്കും ഡേ ഇഷ്ടമാണോ? എന്തായാലും അവൻ വളരെ നല്ല പയ്യനാണെന്നല്ല അവർ അവളോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ മെയ്ഡിന്റെ സഹായത്തോടു കൂടി തന്നെ ഡേ അറിയാതെ അവന്റെ വീടിന്റെ കരിഞ്ഞ ഭിത്തിയും മറ്റു പെയിന്റ് അടിച്ച് റെഡിയാക്കാനായി മിന്നിനെ സാധിക്കുന്നുണ്ട്. അവളായിട്ട് ചെന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവളാണ് ഇത് ചെയ്തതെന്ന് പറയാതെ അവൾ തന്നെ ഇത് ചെയ്തു കൊടുക്കുന്നത്. ആരിത് പെയിന്റ് അടിച്ചെന്ന് വീട്ടിലെത്തി മിനിങ്ങിയിരിക്കുന്ന ചിവരൊക്കെ കണ്ട് അവൻ ചോദിക്കുമ്പോ അത് പിന്നെ എന്റെ കയ്യിലുള്ള കുറച്ച് കാശ് ഞാൻ അടിച്ചതാണെന്ന് ആ മെയ്ഡും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് മിന്നിന്റെ എക്സിബിഷന്റെ ദിവസം വന്നെത്തുന്നു. അവിടെ അവൾ ചുവപ്പ് കയറുകൊണ്ട് ഒരു പെൺകുട്ടിയെയും പയ്യനെയും വിധി ലൈഫ് ലവർ ഒന്നിക്കാനായി ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്കൊരു പെയിന്റിംഗ് വരച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അവളെയും അവളുടെ ക്രഷായ ശിവയുമാണ്. ശിവ അവിടെ എത്തുന്നതും ഇതവനെ കാണിക്കുന്നതും അവനെ പ്രപ്പോസ് ചെയ്യുന്നതും ഒക്കെ അവൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദ്യം എത്തുന്നത് ഡേ ആണ്. ശിവയെ കാത്തിരുന്നപ്പോ ഡേ വന്നത് സത്യത്തിൽ മിന്നിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അപ്പോഴേക്കും അവൻ ആ പെയിന്റിങ്ങിന്റെ അടുത്ത് വന്ന് നിൽക്കാണ്. രണ്ടുപേരുടെയും കൈ അറിയാതെ അപ്പൊ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് ആണ് അങ്ങോട്ടേക്ക് ശിവ എത്തുന്നത്. ഇവരുടെ നിപ്പ് കണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കാം അവനെന്ന് ശിവ തെറ്റിദ്ധരിക്കുന്നു. ഒരു എക്സ്പ്ലനേഷൻ നൽകാനുള്ള സാവകാശമൊന്നും മിന്നിന് അവിടെ കിട്ടിയില്ല. ശിവ വന്നത് ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൾക്ക് മൊത്തത്തിൽ ഭയങ്കര സങ്കടാവുന്നുണ്ട്. ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്നല്ല അവളുടെ കൂടെ ഇരിക്കുന്ന ഡേയെ ചേർത്ത് ശിവ കോംപ്ലിമെന്റ് ചെയ്യുന്നു. മിന്നിന്റെ ദേഷ്യത്തിലുള്ള മുഖവും ഭാവവും ഒക്കെ കാണുമ്പോൾ ഡേക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളാണ് അവളുടെ അടുത്ത് ഇപ്പോ മറ്റൊരു പെൺകുട്ടിയെ ഗേൾ ഫ്രണ്ട് ആക്കി വിളിച്ചിരുത്തിയിരിക്കുന്ന ആളെന്ന്. അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ ഇരുന്ന് ഏതാണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആണ് ഇവൻ എന്ന രീതിയിൽ തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്റെ ഗേൾ ഫ്രണ്ടിനോട് ഇതെന്റെ കുഞ്ഞനുജത്തിയാണെന്നും പറഞ്ഞ് മിന്നിനെ പരിചയപ്പെടുത്തുന്ന ശിവ അവളെ ഭയങ്കര വാത്സല്യത്തിൽ കവിളിൽ പിടിച്ചൊക്കെ കൊഞ്ചിക്കുമ്പോ കവിളിൽ പിടുത്തൊന്നും വേണ്ട, അതൊക്കെ മാറ്റി വെച്ചേക്കുന്നൊക്കെ അവൻ വളരെ കുശുമ്പിലും സംസാരിക്കുന്നു. അവിടെ ശിവയുടെ മുന്നിൽ വെച്ച് ഡേ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന രീതിയിൽ ഡയലോഗ് അടിച്ച് ആക്ട് ചെയ്തിരുന്നതൊന്നും തന്നെ മിന്നിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നു. പുറകെ അവൻ പോകുന്ന ടീം അവനോട് എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടവൾ കർണക്കുറ്റിക്കിട്ട് അടിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. ആക്ച്വലി അവൾക്ക് വളരെ നാണം കെട്ട ഒരു ഫീലാണ്. അവൾ ഇഷ്ടപ്പെടുന്ന പയ്യൻ മറ്റൊരു പെൺകുട്ടിയെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അവൾക്ക് ഉണ്ടായതെന്ന് വിചാരിച്ച് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന രീതിയിൽ അവൻ ആക്ട് ചെയ്തത്. അവളെ ഹെൽപ്പ് ചെയ്യാനായി നോക്കിയിട്ട് ഒടുക്ക അവളുടെ അടി കൊള്ളേണ്ടി വന്നല്ലോ എന്ന ഒരു ഭയങ്കര നിരാശയിൽ അവനാവുന്നുണ്ട്. മിന്നാകട്ടെ അവളുടെ വീട്ടിൽ പോയി അവൾക്ക് ശിവയാണ് ഇഷ്ടം, അവനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ വീട്ടുകാരോട് എത്രയും പെട്ടെന്ന് അവന്റെയും അവളുടെയും കല്യാണം ഉറപ്പിക്കാനായി പറയുന്നുണ്ട്. ഇവർ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ശിവയ്ക്ക് പെട്ടെന്ന് വീട്ടുകാരോട് ചെന്ന് ഇത് പറ്റില്ല എന്നൊന്നും പറയാൻ കഴിയുന്നില്ല. അവനായിട്ട് അവളോട് ഇനി നീ എന്തൊക്കെയായി കാണിക്കുന്നത്, എനിക്ക് നിന്നോട് അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയ രീതിയിൽ അപ്രോച്ച് ചെയ്യാനേ കഴിയില്ല, ഞാൻ നിന്നെ എന്റെ അനീതിയായി മാത്രം കാണുന്നത്, പിന്നെ നീ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നെ ഇഷ്ടമല്ലെങ്കിൽ എടുത്തടിച്ചത് പറഞ്ഞാൽ മതി, അനീതിയായിട്ടാ കാണുന്നത് ചേച്ചിയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവന് തന്നെ തീരെ ഇഷ്ടമല്ലാന്ന് മനസ്സിലാക്കുന്ന അവൾ ഭയങ്കര സങ്കടത്തിലതേ പോയി ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ ഫിറ്റ് ആവുമ്പോൾ അവൾ നേരെ ഫോൺ ചെയ്യുന്നു. കോള് പോകുന്നത് ഡേക്കാണ്. ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോണിലൂടെ കരയുമ്പോൾ നീ ആരെയും ഉദ്ദേശിക്കുന്നത്, നീ വിളിച്ചിരിക്കുന്നത് എന്നെയാ, അത് മനസ്സിലായെന്നൊക്കെ ചോദിച്ച് ഡേ സംസാരിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അപ്പോ പാർട്ട് ടൈം ജോലിക്ക് തുണി വിൽക്കാനായി നിൽക്കുകയായിരുന്നു അവനെങ്കിലും അവളുടെ ഈ കോള് കേൾക്കുമ്പോൾ വേഗം തന്നെ അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നവൻ അവൾ അടിച്ചതും ദേഷ്യപ്പെട്ടതും ഒക്കെ മറന്ന് അവളെ കാണാനായി ഓടിപ്പോകുന്നു. അങ്ങനെ അവളുള്ള സ്ഥലത്തേക്ക് അവൻ ഓടിയെത്തുമ്പോൾ അവൾ ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആയിരിക്കാണ്. ഈ ജോലി അവൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാശും കൊണ്ടാണ് അവന്റെയും കുടുംബത്തിന്റെയും ചെലവും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അച്ഛനൊരു എമർജൻസി വന്നിട്ടുള്ളപ്പോഴല്ലാതെ അവൻ ഒരിക്കലും ജോലി കിട്ടി ഇങ്ങനെ ഓടിയിട്ടില്ല. വേറെ ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും അവൻ ജോലി കളഞ്ഞ് ഓടാറില്ല. ഇപ്പോ ഇവളുടെ ഫോൺ കോൾ വന്നപ്പോ എല്ലാം മറന്ന് ഞാൻ എന്തിനും ഇങ്ങോട്ട് ഓടി വന്നു എന്ന് അവൻ ആ സമയം ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആകെ ഫിറ്റ് ആയിരിക്കുന്ന അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി അവൻ വേഗം ശിവയെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ അവളുടെ നമ്പറിൽ നിന്ന് അവൻ ശിവയെ വിളിക്കുമ്പോൾ ശിവ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് അവളാകെ ഫിറ്റ് ആയിരിക്കാണ് വന്ന് സേഫായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്ന് ഡേ പറയുമ്പോൾ എനിക്കിപ്പോ വരാൻ കഴിയില്ല, എനിക്കൊരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്, നീ അവളെ സേഫ് ആയിട്ട് കൊണ്ടുപോ, നീയല്ലേ അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ശിവ അപ്പോഴും കൈ ഒഴിയുന്നുണ്ട്. ആകെ ഫിറ്റ് ആയിരുന്നെങ്കിലും ശിവയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് അവൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനാണ് നീ ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി എന്നൊക്കെ ശിവയെ വിളിച്ചറിയിച്ചത്? ഓൾറെഡി അവൻ എന്നെ പറ്റി ഒരു മതിപ്പില്ല, ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി എന്നും കൂടി പറഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്നെ ശിവയും തമ്മിൽ തെറ്റിക്കാനായിട്ടാണോ നോക്കുന്നത്? എന്താ നിനക്ക് എന്നോട് ഇഷ്ടമാണോ? ഒരിക്കലും നിന്നെ പോലെ ഒരാളെ എനിക്ക് തിരിച്ച് ഇഷ്ടപ്പെടാനേ കഴിയില്ല, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ച് അവൾക്ക് ഒരു പ്രശ്നം എന്ന് കണ്ടപ്പോ എന്തുകൊണ്ടോ ഓടി എത്താനായി അവന് തോന്നി. അങ്ങനെ എത്തി അവനെ വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമായിരുന്നു അവൾ സംസാരിക്കുന്നത്. അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവൻ അപ്പോഴും ഭയങ്കര സങ്കടാവുന്നുണ്ട്. എന്റെ കയ്യിൽ കാശില്ലെന്ന കാര്യം പറഞ്ഞല്ലേ ഇവൾ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? നാളെ ഞാൻ നല്ലൊരു കാശുകാരനായി കഴിയുമ്പോൾ ഇവൾ എന്റെ പുറകെ ക്യൂ നിൽക്കുമെന്നെല്ലാം അവനപ്പോ മനസ്സിൽ ഓർക്കുന്നു. അങ്ങനെ അധികം വൈകാതെ വീട്ടിലെ പെയിന്റ് അടിച്ചതും വീട്ടിലെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും മേടിച്ചുകൊണ്ട് വരുന്നതും മിന്നാണെന്ന കാര്യം ഡേ അറിയുന്നുണ്ട്. അവൻ ആകെ ദേഷ്യം വരുന്നു. അവൻ ഇത്രയും നാളെ എന്നോട് എന്തിനു മറച്ചു വെച്ചു? അവളുടെ ഹെൽപ്പ് വാങ്ങിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നൊക്കെ മെയ്ഡിനോട് ദേഷ്യപ്പെട്ട് കലിതുള്ളി നേരെ പോകുന്നത് ഇല്ലീഗൽ ബോക്സിംഗിലേക്കാണ്. അവൾ ഇവിടെ ചെലവാക്കി കാശൊക്കെ അവൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ വാ തുറന്ന കാശില്ലാത്തവൻ പാവപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവളുടെ ഒരു സഹായവും ഇവിടെ വേണ്ട. അവള് ഞാൻ അറിയാതെ ഇവിടെ എത്തി എന്റെ ഫാമിലിയെ സഹായിച്ചിട്ട് എന്റെ അടുത്ത് വീമ്പിളക്കുന്നത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ദേഷ്യം വരുന്ന അവൻ ഇല്ലീഗൽ ബോക്സിംഗിൽ ഒരിക്കലും ഇനി പങ്കെടുക്കരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോ അവൾക്ക് കാശ് തിരിച്ചു കൊടുക്കാനായി അവൻ അതിൽ പങ്കെടുത്ത് കിട്ടിയ കാശുമായി നേരെ പോകുന്നത് അവളുടെ ആ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഒരാൾ എത്തിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവളാകട്ടെ തന്റെ പെയിന്റിംഗ് വാങ്ങിക്കാനായി ആരോ വന്നു എന്നാണ് കരുതുന്നത്. അവനാണെങ്കിൽ ആ ചുവപ്പ് കയറിന്റെ പെയിന്റിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പോയി നിൽക്കുന്നത്. വന്നിരിക്കുന്നത് ബയറല്ല ഇവനാണെന്ന് കാണുമ്പോൾ അവൾ വീണ്ടും അവനെ കളിയാക്കാനായി തുടങ്ങുന്ന ടീം അവൻ നന്നായി തന്നെ ദേഷ്യപ്പെടുന്നു. ഇന്നാടി നിനക്ക് കാശല്ല വേണ്ടത്, എന്റെ കാശില്ലാന്ന് പറഞ്ഞല്ലേ നീ എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് ആ കാശ് എടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ കൊടുത്തിട്ട് വായി വന്നതൊക്കെ അവളെ തിരിച്ചു പറയുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ ദേഷ്യത്തിൽ അടിക്കുന്നുണ്ട്. ഓൾറെഡി ബോക്സിങ്ങിന് പോയി നന്നായി ബോക്സ് ചെയ്യാൻ അറിയാം എന്നിരുന്നിട്ടും കാശിന് വേണ്ടി ഓപ്പോസിറ്റ് ഉള്ള പ്ലെയറിന്റെ ഇടി കൊണ്ട് ബോക്സിംഗിൽ തോറ്റു കൊടുത്ത് ആ ഇടിയെല്ലാം കൊണ്ട് ആകെ വീക്ക് ആയിരിക്കായിരുന്നു. അപ്പോഴാണ് ഇവളും കൂടി ഇപ്പൊ ദേഷ്യത്തില് അവന്റെ പറച്ചിൽ കേട്ട് കാരണക്കുറ്റി കിട്ടി നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നത്. ആ അടി കിട്ടിയ പാടെ അവൻ കറങ്ങി അടിച്ച് താഴെ വീഴുമ്പോ അവൾ ആകെ പേടിച്ചു പോന്നു. എന്റെ അടിക്ക് ഇത്രയോ ശക്തിയോ എന്ന് ടെൻഷനായി അവൾ വേഗം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. സിവയാണ് അവനെ പരിശോധിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന സിവി ആകട്ടെ അല്ല എന്താ ഇവിടെ നടക്കുന്നത്? പുള്ളിക്കാരൻ വേറെ വല്ല പെമ്പിള്ളാരെ വായി നോക്കിയോ? അതിന്റെ കലിപ്പിലാണോ ആളെ അടിച്ചിങ്ങനെ ഇഞ്ച പരുവാക്കിയെന്നല്ല അവളോട് കുശലം ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് കേൾക്കുമ്പോ മിന്നിന് ദേഷ്യം വരുന്നുണ്ട്. ആ ഡേ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞു. എന്നിട്ടും സിവ എന്നെ അവനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പറയുന്നത് എന്തിനാ? എന്നെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ? ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടേ എന്ന് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഡേ ആട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോ അവിടെ ഉണ്ടായിരുന്ന മിന്നിനോട് സംസാരിക്കാതെ അവൾ ഇഗ്നോർ ചെയ്ത് പോകാൻ നോക്കുമ്പോ അവൾ പുറകെ ചെല്ലുന്നുണ്ട്. എവിടെ പോവാ? ഓൾറെഡി വൈ ഇങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോ എന്തിനാ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്? നിനക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാനും പുച്ഛിക്കാനും ഒക്കെ അല്ലേ? അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോ അവനെ താഴ്ത്തി കെട്ടാനായിട്ടല്ല അവൻ അറിയാതെ ഹെൽപ്പ് ചെയ്തതെന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. ആക്ച്വലി അവൻ ഓരോ ആവശ്യങ്ങൾക്കായി ചേർത്ത് വെച്ച കാശല്ലേ അവൾ വാശി പിടിച്ചപ്പോ അവളുടെ കയ്യിൽ കൊടുത്തത്. അതുമൂലം അവൻ കഷ്ടപ്പെടരുതെന്ന് അവൾ വിചാരിച്ചുള്ളൂ. അന്ന് അങ്ങനെ ചെയ്തതിന്റെ കുറ്റബോധത്തിലാണ് ഹെൽപ്പ് ചെയ്തതെന്നും അവൻ പറയുന്നുണ്ട്. കൂടാതെ ഡ്രിങ്ക്സ് അടിച്ചപ്പോ അവൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുതെന്നും എന്താണപ്പോ പറഞ്ഞതെന്ന് സത്യത്തിൽ അവൾക്ക് ഒരു ഓർമ്മയില്ലെന്നും അവൾ ഡ്രിങ്ക്സ് അടിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയോ വായി വന്നത് വിളിച്ചു പറയുന്നത് പണ്ട് മുതലേ ഉള്ള ശീലമാണെന്നും അവനോട് സോറി പറയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന പരിഭവവും മാറുന്നുണ്ട്. അവന്റെ മുഖത്തൊക്കെ ചോര പൊടിയുന്നുണ്ടല്ലോ. അവളുടെ കാറിലുള്ള ടിഷ്യൂ പേപ്പർ എടുക്കാനായി അവൻ പതിയെ കുനിഞ്ഞ് അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി പോകുന്നുണ്ട്. ടിഷ്യൂ ചോദിച്ചിരുന്നെങ്കിൽ അവൾ തന്നെ എടുത്തു കൊടുത്തിരുന്നേനെ. പക്ഷെ ഇവൻ ഒരുമാതിരി തന്നെ അത് എടുക്കാനായിട്ട് പോകുന്നു എന്ന രീതിയിൽ ഇവന്റെ കിസ് അടിക്കുന്ന കണക്കാണ് ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ പുറമേ നിന്നുള്ളവർക്ക് തോന്നുക. അതേ കണക്ക് തന്നെ ഇവനിങ്ങനെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ഇവനെന്തി കാണിക്കുന്നതെന്ന് പേടിച്ച് കണ്ണൊക്കെ അടയ്ക്കുന്നുണ്ട്. അവൻ ടിഷ്യൂ എടുത്ത് മാറുന്നുണ്ടെങ്കിലും ഇവൻ ഈ ടിഷ്യൂ എടുക്കാനായി കുനിഞ്ഞ ആ ഒരു പോസ് ദൂരെ നിന്ന് കാണുന്ന ശിവയ്ക്ക് അവൻ കാറിലിരിക്കുന്ന മിന്നിനെ കിസ് ചെയ്യുന്ന കണക്കാണ് തോന്നുന്നത്. മിന്നിനെ ഇഷ്ടമല്ല, അവൾ ഇഷ്ടപ്പെടാൻ പാടില്ല, ഒരു അനീതിയ കണക്കാണ് കാണുന്നത് എന്നൊക്കെ ശിവ പറയാറുണ്ടെങ്കിലും എന്തോ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അവനൊരു ഇഷ്ടക്കേട് ഫീൽ ആവുന്നത് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പുറകെ നടക്കുന്ന അവൾ ഇനി അങ്ങനെ നടക്കാതിരുന്നാലോ എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുശുമ്പുണ്ടാവുന്ന കണക്ക്. അങ്ങനെ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് ആദ്യം മിന്നിനും ഡേക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും ഇഷ്ടക്കേടുകളും ഒക്കെ മാറി രണ്ടുപേരും നല്ല ബോണ്ടിങ് ആവുന്നുണ്ട്. മിന്നിനാണെങ്കിൽ ഡേയുടെ അച്ഛനെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ വീട്ടിലേക്ക് അവനെ ഡ്രോപ്പ് ചെയ്യാനായി അവളും പോകുന്നുണ്ട്. കൂടാതെ അവിടെ അവന്റെയും അച്ഛന്റെയും കൂടെ ഇരുന്ന് അവൾ ഫുഡും കഴിക്കുന്നുണ്ട്. ഇതേ ടീം ഡേ ഇപ്പോ അടി കൊണ്ട് ആകെ വീങ്ങി തെറ്റിയിരിക്കുന്നത് കാണുന്ന അവന്റെ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. എന്ത് കാരണവശാലും ഇല്ലീഗൽ ബോക്സിംഗിൽ പോയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം ഡേക്ക് ഉണ്ടായിരുന്നു. അവനാണ് ഇപ്പൊ തുടരെ ഈ ബോക്സിംഗിൽ പോയി ഇങ്ങനെ അടി വാങ്ങിച്ചു കൂട്ടുന്നത്. അത് അവൻ എത്രത്തോളം കേടുണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഫ്രണ്ട് ഇതെല്ലാം ആ മിന്നെന്ന പെണ്ണിന്റെ കടന്നുവരവോടുകൂടിയാണെന്ന് മനസ്സിലാക്കി ദേഷ്യത്തില് അവളെ കാണാനേ പോകുന്നു. പുറമെ ഭയങ്കര സുന്ദരിയായിട്ട് നടന്നാലും നിന്റെ ഉള്ളു മുഴുവൻ വിഷമാണ്, ഉള്ളു കറുത്തിരിക്കാണ്. ആ കറുപ്പ് മുഴുവൻ പാവപ്പെട്ടവരോടുള്ള പുച്ഛവും അവരെ ദ്രോഹിക്കാനായിട്ടുള്ള ക്രൂരതയാണുള്ളത്. ഇഷ്ടംപോലെ കാശ് വീട്ടിൽ കാണുമല്ലോ, പിന്നെ എന്തിനാ പാവപ്പെട്ട പയ്യന്മാരുടെ ലൈഫ് ഇങ്ങനെ കുളവാക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് കാശ് പിടിച്ചു വാങ്ങാനേ അവരിങ്ങനെ കഷ്ടപ്പാടിലേക്ക് നീ തള്ളിവിടുന്നത്? അവരുടെ അടുത്ത് നിന്ന് കാശ് പിഴിഞ്ഞെടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്നല്ല, ഇവൾക്ക് കാശ് കൊടുക്കാനായിട്ടാണ് കഴിഞ്ഞ 2 തവണയും അവൻ ഒട്ടും താല്പര്യമില്ലാതെ അതിൽ പങ്കെടുത്ത്
ഇതുപോലെ പ്രശ്നത്തിലായിരിക്കുന്നത് എന്ന് കണ്ട് ദേഷ്യം വന്ന സുഹൃത്ത് മിന്നിനോട് ദേഷ്യപ്പെടുന്നു. എന്തായാലും അവനീ പറയുന്നതൊക്കെ ഡേയോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെന്ന് മനസ്സിലാക്കുന്ന മിന്നിനും അവനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. മിന്നാകട്ടെ അതിനുശേഷം വളരെ കെയർ ആയിട്ടാണ് ഡേയോട് പെരുമാറുന്നത്. അവളുടെ ആർട്ടിനൊക്കെ അവൻ മോഡലായി നിൽക്കുന്നുണ്ട്. വളരെ രസകരമായി അവൻ പോസ് ചെയ്യുമ്പോൾ നന്നായി തന്നെ അവന്റെ പടം അവൾ വരയ്ക്കുന്നു. പിന്നീട് ആ പടം നോക്കി അവൾ ഏറെ നേരം ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ആ കൊള്ളാലോ, നല്ല പയ്യനാണല്ലോ, നല്ല ഹാൻസം ആണല്ലോ എന്ന് അവനെ വരച്ചിരിക്കുന്ന പെയിന്റിംഗ് കണ്ട് അവൻ തന്നെ കമന്റ് അടിക്കുന്നു. ഇതിന്റെ ഇടയിൽ അവന്റെ മുറിവ് ഡ്രസ് ചെയ്യാനൊക്കെയായി അവനെ ഹോസ്പിറ്റലിലേക്ക് മിൻ തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഇവർ ഒന്നിച്ച് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് ശിവ ഒട്ടും ഇഷ്ടമില്ലാതെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വളരെയധികം കമ്പനി ആയിട്ടുള്ള ഡേയും മിന്നിനെയുമാണ്. ഡേയുടെ മരണപ്പെട്ട അമ്മയുടെ ഒരു റിങ് അച്ഛൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ റിങ് പക്ഷെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതേ മോഡൽ ഒരു റിങ് വാങ്ങാനായി അവൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ മിന്നും കൂടെ പോകുന്നുണ്ട്. അച്ഛൻ അമ്മയുടെ ആ റിങ് കഴുത്തില് ചെയിന്റെ കൂടെ ആയിരുന്നു ഇട്ടിരുന്നത്. അത് നഷ്ടപ്പെട്ടത് അച്ഛന് ഭയങ്കര സങ്കടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവനത് വാങ്ങാനായി പോകുന്നത്. അവിടെ വെച്ച് ആ റിങ്ങിന്റെ ഡിസൈൻ കാണുന്ന അവൾക്ക് ഇതുപോലെ ഒരു റിങ് എവിടെയോ കണ്ട കണക്കൊരു ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് അവൾക്ക് കണക്ട് ചെയ്യാനായി സാധിക്കുന്നില്ല. അങ്ങനെ എന്തായാലും അന്ന് അവൻ പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോൾ അവിടേക്ക് മിന്നും ചെല്ലുന്നുണ്ട്. അവനെ കച്ചവടത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അവളാകട്ടെ അവിടെ നിന്ന് ചെറിയൊരു പർച്ചേസും നടത്തുന്നു. ഇതൊക്കെ കാണുന്ന ഫ്രണ്ട് ആകട്ടെ, എടാ ഇവളുമായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ അത് കേൾക്കാതെ ഇപ്പോഴും ഇവളെ കോണ്ടാക്ടിൽ വെച്ചേക്കാണോ? ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഡേയോട് ദേഷ്യപ്പെടുന്ന ഫ്രണ്ട് മിന്നിനോട് നിനക്ക് ഇവനെ പറ്റിക്കാൻ കഴിയും, പക്ഷെ എന്നെ പറ്റിക്കാൻ കഴിയില്ല, ഇവനെ ഇത്രയും പാടുപെടുത്തുന്നത് നീയാണെന്നൊക്കെ പറഞ്ഞ് മിന്നിനോട് ഫ്രണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ ഡേ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം തന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഈ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ഡേക്ക് അറിയാം. ഇതേ ടീം മിന്നിനും വലിയ ദേഷ്യമൊന്നും വരുന്നില്ല. നിനക്ക് ഡേയോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി, കീപ് ഇറ്റ് അപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ പോട്ടെ എന്ന് തന്നെ അവൾ അവനെ പ്രശംസിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന മിന്നിന്റെ ഫ്രണ്ട് ആകട്ടെ അവളോട് നിനക്ക് സത്യം പറ, ഡേയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് മാത്രമാണ് കാണുന്നതെന്ന് മിൻ പറയുന്നുണ്ട്. ഉറപ്പാണോ? എങ്കില് നിനക്ക് അവനോട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നിനക്ക് അവനെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് തന്നൂടെ? എന്ത് ഭംഗിയാ ഡേയെ കാണാനേ, ഞാനൊന്ന് ലൈൻ അടിച്ചോളാന്ന് മിന്നിന്റെ ഫ്രണ്ടായ പാർക്ക് പറയുമ്പോ ഡേയോട് ഒരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ മിന്നിന് ഫ്രണ്ടായ പാർക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറാനേ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡേയെ ഫോൺ ചെയ്ത് വേഗം ഒരു കാര്യം അർജന്റ് ആയിട്ട് പറയാനുണ്ടെന്ന് പറയുമ്പോ ഡേ ആകട്ടെ എന്തായിരിക്കും മിൻ പറയാൻ പോകുന്നത് എന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് അവളെ കാണാനായി പുറപ്പെടുന്നത്. അങ്ങനെ പോകുന്ന ടീം അവൾക്ക് വേണ്ടി ഒരു ഹെയർ ബാൻഡും ഗിഫ്റ്റ് ആയി കയ്യിൽ കരുതുന്നുണ്ട്. പക്ഷെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴല്ലേ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനായിട്ടാണ് അവൾ വിളിച്ചു വരുത്തിയതെന്ന് ഡേക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് തന്നോടൊന്നും പറയാനല്ല കാണാനല്ല എന്ന് മനസ്സിലാക്കുന്ന അവന് ഭയങ്കര നിരാശയാവുന്നുണ്ട്. ആകെ അപ്സെറ്റ് ആയിട്ടായിരുന്നു അവൻ അവിടെ നിന്ന് മാറുന്നത്. ഇതെന്താ ഇങ്ങനെ പിണങ്ങി പോകുന്നത്? എടാ നീ സിംഗിൾ ആയതുകൊണ്ട് നിന്നെ ഒന്ന് മിങ്കിൾ ആക്കാന്ന് കരുതി നല്ലൊരു പെങ്കൊച്ചിനെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ച് അവൾ അവന്റെ പിണക്കം മാറ്റാനായി നോക്കുന്നുണ്ട്. അവൻ പിണക്കത്തിലാണ് പോയതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതിന് എനിക്കിപ്പോ ലൈൻ അടിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് അവൻ അവളോട് ചോദിക്കുന്ന സമയത്താണ് അതിലൂടെ ഒരു ബൈക്ക് സ്പീഡിൽ വരുന്നത്. അത് മിന്നിനെ ഇടിക്കുമോ എന്ന് പേടിച്ച് ഡേ വേഗം അവളെ അടുത്തേക്ക് പിടിച്ച് ചേർത്ത് നിർത്തുന്നുണ്ട്. ആ ഒരു മൊമെന്റ് അവനെ ഇത്രയും അടുത്തിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഇതുവരെ തോന്നാത്ത എന്തോ ഒരു നെഞ്ചെടുപ്പൊക്കെ തോന്നുന്നുണ്ട് അവനെ കാണുമ്പോൾ. സത്യത്തിൽ പാർക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചപ്പോ എന്തോ ഇഷ്ടപ്പെടാഴിക മിന്നിനുണ്ടായിരുന്നെങ്കിലും അതെന്താണെന്ന് അവൾക്കിപ്പോ മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അതായത് അവനോട് ഒരു താല്പര്യം എവിടേക്കോ തോന്നി തുടങ്ങി എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവനും അവളോട് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ കാണാൻ വിളിച്ചതല്ല ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വിളിച്ചതാണെന്ന് മനസ്സിലായപ്പോ അവന് ആകെ ദേഷ്യം വന്നത്. പക്ഷേ ഡേ ആട്ടെ തന്റെ ഇഷ്ടം ശരിയല്ല എന്ന് അവനെ തന്നെ പറഞ്ഞു തിരുത്താനായി നോക്കുന്നുണ്ട്. കാരണം അവൾ വളരെ റിച്ച് ആണ്. മിന്നിന്റെ ലെവലും തന്റെ ലെവലും വെച്ച് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മനസ്സിൽ തോന്നിയാലും അത് വേണ്ടാന്ന് വെക്കുന്ന നല്ലത്, അല്ലെങ്കിൽ നാളെ താൻ തന്നെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവളെ ഇനി കാണുന്നതും മിണ്ടുന്നതും ഒക്കെ കുറയ്ക്കണം. അവളുമായി കമ്പനി അടിച്ച് നടക്കുമ്പോൾ അവളോടുള്ള താല്പര്യം കൂടി കൂടി വരികയാണ്. അത് കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് അവൻ അവനെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെ അവൻ പിന്നീട് അവളുടെ കോളൊക്കെ ഇഗ്നോർ ചെയ്യാണ്. അവളുടെ മുന്നിൽ പോവാതെ മാക്സിമം ഒഴിഞ്ഞു മാറുന്നു. അവളാകട്ടെ ഇതൊക്കെ എന്തുകൊണ്ടെന്ന് മനസ്സിലാവാതെ ആകെ ടെൻഷൻ ആവുന്നു. എടാ നിനക്ക് എന്താ പറ്റി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അവൾ അവനോട് നേരിട്ട് എന്ന് പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്. ഒഴിഞ്ഞു മാറാൻ പറ്റാതെ അവൻ മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അവളോട് പറയുമ്പോൾ അതെന്തിനായിരുന്നു എന്നാണ്, അങ്ങനെ ചെയ്യാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെയുള്ള അവളുടെ ചോദ്യം. നമ്മൾ ഫ്രണ്ട്സ് അല്ല പിന്നെ എന്തിനെന്നും കൂടി അവൾ ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സോ അല്ല, നമുക്കിടയിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നീ പറഞ്ഞോ, നിന്നെ പോലെ കാശിന്റെ അഹങ്കാരമുള്ള ഒരു പെണ്ണിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കൂട്ടുകെട്ടും എനിക്ക് ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ ഒരുമാതിരി ദേഷ്യത്തിൽ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. മിന്നിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഡേ മാറിയിരുന്ന ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. അങ്ങനെ അവളോട് പറയേണ്ടി വന്ന തന്നെ അവസ്ഥ ആലോചിച്ച് ഇതേ ടീം ശിവയെ അവന്റെ അമ്മ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. മിൻ വളരെ നല്ല പെൺകുട്ടിയാണ്, അവളെ കല്യാണം കഴിച്ചാൽ നിനക്ക് നന്നായി ജീവിക്കാം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുമ്പോഴും അമ്മ അവിടെ ഉദ്ദേശിക്കുന്നത് മിന്നിനെ കല്യാണം കഴിച്ചാൽ ശിവയ്ക്ക് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ശിവ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. മിന്നാകട്ടെ നേരെ ശിവയെ കാണാനായിട്ട് വരുന്നു. ശിവയെ കെട്ടിപ്പിടിച്ച് അവൾ നോക്കുന്നുണ്ട്. ഡേയുടെ അടുത്ത് നിന്നപ്പോ തനിക്ക് വന്ന ആ ഒരു പ്രത്യേക ഫീല് ശിവയുടെ കൂടെ ഉണ്ടെങ്കിൽ കിട്ടുമോ എന്ന് അറിയാനായിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല. ശിവയോട് പണ്ട് അവനെ കാണുമ്പോ ഇഷ്ടമുണ്ടായിരുന്നപ്പോ തോന്നിയിരുന്ന ആ ഒരു അടുപ്പം പോലും അവൾക്ക് ഇപ്പൊ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് ഇല്ല എനിക്ക് ശിവയല്ല എനിക്ക് മിന്നിനെ ഇഷ്ടമെന്ന് മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും ശിവയാകട്ടെ അമ്മയുടെ വാക്ക് കേട്ടിട്ടും പിന്നെ മിന്നിനെയും
ഡേയും ഒന്നിച്ചു കാണുമ്പോൾ അവന് കുശുമ്പ് തോന്നുന്നത് കൊണ്ടും താൻ മിന്നിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവളിപ്പോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തിരിച്ച് കിസ് ചെയ്യുന്ന രീതിയിൽ ചെല്ലുമ്പോഴേക്കും അയ്യേ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഡേയെ കാണാനായിട്ടാണ്. അങ്ങനെ ഡേയുടെ അടുത്തേക്ക് ചെന്നവൾ അവനെയാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറയാനേ ഒരുങ്ങുമ്പോഴേക്കും അവനെ ആരൊക്കെയോ അവിടെ വന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. അവൾ ആകെ പാനിക് ആവുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഡേയുടെ ഫ്രണ്ടിനോട് അവൾ കാര്യം പറയുകയും പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഫ്രണ്ട് മിന്നിനെ തടുക്കാണ്. ഡേ ഇല്ലീഗൽ ബെറ്റിംഗിൽ പങ്കെടുത്തിരുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് അവനെ ഇപ്പൊ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. അതായത് ഇല്ലീഗലായിട്ട് ബോക്സിംഗ് നടന്ന് അതിന്റെ പേരിൽ വെക്കുന്ന ആ ഒരു ബെറ്റിംഗ്, ആ കാര്യം ഈ തട്ടിക്കൊണ്ട് പോയത് അന്വേഷിച്ച പോലീസുകാർ കണ്ടെത്തും. അത് ഡേക്ക് തന്നെ പ്രശ്നവും, അതുകൊണ്ട് ഇപ്പൊ പോലീസിനെ വിളിക്കണ്ട, അവനൊരു പ്രശ്നം വരില്ല എന്നെല്ലാം പറഞ്ഞ് ഫ്രണ്ട് മിന്നിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മിന്നിനാകട്ടെ തന്റെ കൺമുന്നിൽ വെച്ച് ഡേ ഇങ്ങനെ ബലമായി പിടിച്ചോണ്ട് പോയതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൾ ആകെ ടെൻഷനിലാണ്. അപ്പോഴേക്കും ഫ്രണ്ട് പറഞ്ഞ കണക്ക് തന്നെ ഡേയെ കൊണ്ടുപോയത് അവൻ മുന്നേ 2 തവണ കാശിന് വേണ്ടി ആ ഒരു ബോക്സിംഗിൽ പങ്കെടുത്തപ്പോ അവനെ വെച്ച് ബെറ്റ് ചെയ്ത് കാശ് കൊടുത്ത ആളുണ്ടല്ലോ, അയാളാണ്. വീണ്ടും അവനോട് ഇതിലേക്ക് തന്നെ വരാനായിട്ട് അയാൾ ആവശ്യപ്പെടുകയാണ്. കാരണം അവന് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും അവനെ വെച്ച് അയാൾക്കും കുറെ ഗുണമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ഡേ അന്ന് തന്റെ ഗതികേട് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് കരുതി എപ്പോഴും അതിന് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൻ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാത്തപ്പോ എന്തായാലും നീ നന്നായിട്ടൊന്ന് ആലോചിക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ടെന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഡേക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ മിന്നാകെ ടെൻഷൻ ഇരിക്കുമ്പോഴേക്കും അവളെ കാണാനായി ശിവ എത്തുന്നുണ്ട്. മിന്നിങ്ങനെ ഡേ അന്വേഷിച്ച് നിൽപ്പാണ് എന്ന് മനസ്സിലാക്കുന്ന ശിവ, ഡേ ഇതുപോലെ അനധികൃതമായ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരുത്തനെ കണ്ടില്ല, അവൻ ആൾ തീരെ ശരിയല്ല, നീ അവനുമായിട്ടുള്ള കമ്പനി എല്ലാം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നല്ല മിന്നിനെ ഉപദേശിക്കുമ്പോൾ മിന്ന അതൊന്നും കേൾക്കുന്നില്ല. ഡേക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഡേ തന്നെയാണ് ഇഷ്ടമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡേ മടങ്ങി എത്തുന്നുണ്ട്. അവൾ ഇത്രയും നേരം അടിച്ച ടെൻഷനൊക്കെ തന്നെ അവിടെ ഡേയെ കണ്ടപാടെ അവനോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവളോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ ഇഗ്നോർ ചെയ്യുന്ന കണക്കാണ് അവിടെ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെയാണ് ഇഷ്ടം, എനിക്ക് നിന്നെ തന്നെ മതി, നീ അത് അക്സെപ്റ്റ് ചെയ്തില്ലേലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അവള് പറയുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അവളാകട്ടെ അവനെ അടുത്ത ദിവസം ഒരു ഡേറ്റിന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവനും ആ സമയത്തൊക്കെ അവളുടെ അടുത്ത് ഹാപ്പി ആയി തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും ആ ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ തമ്മിൽ ചേരില്ല, നമ്മൾ തമ്മിൽ ഒന്നിക്കേണ്ടവരല്ല, ഒന്നിച്ചാൽ തന്നെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് രണ്ടുപേർക്കും വിഷമാവുന്ന രീതിയിൽ മുന്നോട്ട് പോകും, എന്നോട് എന്റെ അവസ്ഥ കണ്ട് സിമ്പതി തോന്നിയുള്ള സ്നേഹമാണ് നിനക്കെങ്കിൽ അതിനോട് എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അപ്പോഴും അവളെ ഇഗ്നോർ ചെയ്തു പോന്നു. അങ്ങനെ ഒരു സിമ്പതിയുടെ പുറത്തുണ്ടായ താല്പര്യം അല്ല എന്ന് അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത് കേൾക്കാൻ അവൻ നിന്നില്ല. കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ മിന്നിനെ അവോയ്ഡ് ചെയ്യാനായി ഡേ അത്തകൈ പ്രയോഗമൊക്കെ നടത്തുന്നു. അവന് മറ്റു പെൺകുട്ടികളുമായി റിലേഷൻഷിപ്പ് ഉള്ള കണക്കൊക്കെ പരത്തി തീർക്കാനായി നോക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അവൾക്ക് സങ്കടാവുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ ഒരു ആളെ അല്ലാന്ന് അവൾക്ക് നല്ല വിശ്വാസം ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അവൾ അവനെ വെറുക്കുന്നോ ഇഷ്ടപ്പെടാതിരിക്കുന്നോ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട് പിറകെ തന്നെ നടപ്പാണ്. ഇതിന്റെ ഇടയിൽ അവനാകട്ടെ ഇടയ്ക്ക് മിന്നും ശിവയും ഒന്നിച്ചുള്ളത് കാണുന്നുണ്ട്. അവർ കാഷ്വലി സംസാരിക്കുകയാണ്. ശിവയ്ക്ക് മിന്നിനോടൊപ്പഴേക്കും ഒരു താല്പര്യമുണ്ട്. അവൻ അതിന്റെ രീതിയിലാണ് സംസാരിക്കുന്നെങ്കിലും മിന്നിന് ഒരിക്കലും ഇപ്പൊ ശിവയോട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ഇത് കാണുന്ന ഡേക്ക് ആകെ സങ്കടാവുന്നു. അവൻ ഇതൊക്കെ കാണുന്തോറും അവൾക്ക് തന്നെക്കാൾ നല്ല ബന്ധങ്ങൾ കിട്ടും, താൻ അവളുടെ ലൈഫിലേക്ക് ചെന്ന് വെറുതെ അവളുടെ ലൈഫ് കുളമാക്കരുത് എന്ന രീതിയിൽ അവനെ പറ്റി തന്നെ ഒരു വിലയില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ അധികം നാൾ അങ്ങനെ മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഗ്രാജുവലി മിന്നിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറയാനായി തന്നെ ഡേ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എബ്രോഡുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അവസരം മിന്നിന് ലഭിക്കുന്നു. അവൾ അത് കിട്ടാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നെങ്കിലും ഇപ്പോൾ ഡേയുമായി അവൾ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു അവസരം ഇപ്പോൾ ലഭിച്ചു എന്ന് അറിയുമ്പോൾ അത് റിജക്ട് ചെയ്യാണ് അവൾ. കാരണം ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഡേയുമായി അവൾക്ക് എന്നും കണ്ട് സംസാരിക്കാൻ സാധിക്കില്ല, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് അത് പോയില്ലേ, അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ അത് വേണ്ട എന്ന് വെച്ചത്. ഇതിന്റെ ഇടയിൽ ശിവയ്ക്ക് അവനിപ്പോ മിന്നിനോടുള്ള ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ മിന്നും ഡേയും റിലേഷൻഷിപ്പിൽ ഉള്ളത് കണ്ട് അവന്റെ ഇഷ്ടം മനസ്സിൽ തന്നെ വെച്ചങ്ങനെ മുന്നോട്ട് പോവേണ്ടിയും വരുന്നു. അങ്ങനെ എന്തെങ്കിലും ഡേയുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവന് ഇനിയിപ്പോ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ഫേസ് ആണ് ലൈഫിൽ. അവൻ ആ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ ഡേയുടെ മിന്നിന്റെയും റിലേഷൻഷിപ്പ് അറിയുന്ന മിന്നിന്റെ അച്ഛൻ അവനോട് എന്റെ മകളുടെ അടുത്ത് നിന്ന് മാറി നിന്നോ, അത് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഡേ ആയിട്ട് മിന്നിനോട് പറയുന്നില്ലെങ്കിലും ഡേയുടെ ഫ്രണ്ട് വഴി അത് മിന്നറിയുമ്പോൾ നേരെ അവനെ ചെന്ന് കണ്ട് അച്ഛൻ അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് നീ എന്നെ ഇട്ടിട്ട് പോരുത്, ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ നിന്നെ നേടിയെടുത്തത്, അതങ്ങനെ ആർക്കും വേണ്ടിയും ഞാൻ വിട്ടുകളയില്ല എന്നെല്ലാം അവള് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇട്ടിട്ട് പോവോ, അങ്ങനെയൊന്നും നടക്കില്ല എന്ന് അവനും സമാധാനിപ്പിക്കുന്നു. അത് കേട്ട് പാടി ഡേ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ നിന്നെ ഇട്ടിട്ട് പോയില്ല, അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ അച്ഛനെ എതിർത്ത് നമ്മൾ ഒന്നിക്കാനും പോകുന്നില്ല, അച്ഛനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടി അനുഗ്രഹത്തോടു കൂടിയേ നമ്മൾ ഒന്നിക്കുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അവൾക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ അപ്പൊ തുടങ്ങി മിന്നിന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യാനായി ഡേ ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട്. മിന്നിന്റെ അച്ഛൻ വലിയൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ചാരിറ്റിയുടെ ഭാഗമായി നടത്തുന്നുണ്ടായിരുന്നു. അതിൽ കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി ഒരുപാട് അതിനുവേണ്ടി അലഞ്ഞു നടന്ന് നല്ല രീതിയിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഒരുപക്ഷെ മിന്നിന്റെ അച്ഛൻ പ്രതീക്ഷിക്കാത്ത കണക്ക് തന്നെ സപ്പോർട്ട് ഫണ്ടും ഒക്കെ കൊണ്ടുവരാനായി ഡേക്ക് സാധിക്കുന്നുണ്ട്. അവനത് ഒരിക്കലും ചെയ്യാൻ ചുമതലയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല, എന്നിട്ടും അവനത് ഇത്രയും കാര്യമായി ചെയ്തത് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം കാശ് കണ്ടിട്ടല്ല അവൻ തന്റെ മകളെ ഇഷ്ടപ്പെടുന്നതെന്ന് മറ്റുള്ളവരെ
സഹായിക്കാനൊക്കെ അവനൊരു മനസ്സുണ്ടെന്നൊക്കെ ഈ ഒരു കാര്യത്തിലൂടെ തോന്നുന്ന അദ്ദേഹത്തിന് അവനോട് ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിന്നിനെയും ഡേയും കണ്ട് മിന്നിന്റെ അച്ഛൻ സംസാരിക്കാണ്. ആദ്യം തന്നെ മിൻ ഡേക്ക് വേണ്ടി വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരം റിജക്ട് ചെയ്ത കാര്യം അച്ഛൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഡേ അത് അറിയുന്നത് തന്നെ. അങ്ങനെയൊന്നും വേണ്ടെന്ന് വെക്കരുതെന്നും എവിടെ പോയാലും എത്ര വലിയ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നാലും അവളുടെ ഫ്യൂച്ചർ നന്നായിരിക്കണം, അവനെന്നും അവളുടേത് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് അവൻ അവളോട് പറയുന്നു. എന്തായാലും അവിടെയുള്ള ആ ഒരു കോൺവെർസേഷനിൽ മിന്നിന് പറ്റിയ പയ്യൻ ഡേ തന്നെയാണ് എന്നത് അച്ഛൻ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിന് സമ്മതമാണെന്നതും അച്ഛൻ അറിയിക്കുന്നു. അങ്ങനെ എന്തായാലും ഇവരുടെ വിവാഹത്തിന് മിന്നിന്റെ അച്ഛന് സമ്മതമാണെന്ന് അറിയുന്ന ശിവയ്ക്ക് ഭയങ്കര നിരാശയാവുന്നുണ്ട്. പക്ഷെ അവന് വേറെ വഴിയില്ലല്ലോ. ഇതേ ടീം മിന്നാകട്ടെ അവളുടെ അച്ഛന്റെ കബോർഡിൽ നിന്ന് ഒരു റിങ് കണ്ടെത്തുന്നു. ആ റിംഗ് ആണ് ഡേയുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന വെഡിങ് റിംഗ് എന്നത് അവൾക്കറിയാലോ. അന്ന് ഒരു മോഡൽ കാണിച്ചത് മേടിക്കാനായി പോയ സമയത്ത് അവളിപ്പോ അച്ഛന്റെ കബോർഡിൽ നിന്ന് കിട്ടിയ റിങ് ഡേയെ കൊണ്ടേ കാണിക്കുന്നു. ഇതെന്റെ അച്ഛന്റെ കബോർഡിൽ നിന്ന് കിട്ടിയതാണെന്നും കൂടി അവൾ പറയുമ്പോ അവൻ അത് കണ്ട് ആകെ ഷോക്കാവുകയാണ്. കാരണം ആക്ച്വലി ഇത് മരണപ്പെട്ട അവന്റെ അമ്മയുടെ കയ്യിൽ കിടന്ന വെഡിങ് റിംഗ് ആണ്. അതെങ്ങനെ ഡേയുടെ ഫാമിലിയുമായി ഒരു ബന്ധമില്ലാത്ത മിന്നിന്റെ അച്ഛന്റെ കയ്യിൽ വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത്. അവന്റെ അമ്മയുടെ മരണത്തിന് കാരണം മിന്നിന്റെ അച്ഛനാണെന്ന കാര്യം. എങ്ങനെയാണ് ഡേയുടെ അമ്മയുടെ മരണത്തിന് മിന്നിന്റെ അച്ഛൻ കണക്റ്റഡ് ആയത്? ഡേയുടെ കുട്ടിക്കാലത്ത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട അവന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന അതേ മോഡൽ വെഡിങ് റിംഗ് തന്നെയായിരുന്നു ഡേയുടെ അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇവർ പരസ്പരം ഒരേ മോഡൽ വെഡിങ് റിംഗ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് ഇട്ടിരുന്നത്. ഡേയുടെ അച്ഛന്റെ കയ്യിലുള്ള റിംഗ് ഇടയ്ക്ക് മിസ്സായതിനെ തുടർന്ന് അതേപോലെ ഒന്ന് അവൻ വാങ്ങാൻ ഈ ഷോപ്പിലേക്ക് പോകുമ്പോൾ മിന്ന അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഡിസൈൻ കാണുന്ന അവൾക്ക് ഇത് എവിടെയോ കണ്ടു മറന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്കത് ഓർമ്മ വന്നിരുന്നില്ലെങ്കിലും പിന്നീട് അവളുടെ വീട്ടിൽ അച്ഛന്റെ കബോർഡിൽ നിന്ന് അവളാകട്ടെ അതേ മോഡൽ ഒരു വെഡിങ് റിംഗ് കാണുകയും അത് അവനെ കൊണ്ടേ കാണിക്കുകയും ചെയ്യുന്നു. ഇത് തന്റെ അമ്മയുടെ വെഡിങ് റിംഗ് തന്നെയെന്ന് ഉറപ്പിക്കുന്ന ഡേ ആകെ ഷോക്ക് ആവുന്നുണ്ട്. എങ്ങനെ മരണപ്പെട്ട എന്റെ അമ്മയുടെ വെഡിങ് റിംഗ് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മിന്നിന്റെ അച്ഛന്റെ കയ്യിൽ വന്നു എന്നതായിരുന്നു അവനെ അമ്പരപ്പിക്കുന്നത്. കാര്യങ്ങൾ കൂട്ടി ആലോചിക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നവൻ മിന്നിനോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വളരെ ടെൻഷനായി നേരെ പോകുന്നത് മിന്നിന്റെ അച്ഛനെ കാണാനായിട്ടാണ്. അന്ന് ഡേയുടെ അമ്മ മരിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് തന്നെ മിന്നിന്റെ അച്ഛനാണെന്ന് അപ്പോഴേക്കും അവൻ തിരിച്ചറിയുന്നു. ആ കാര്യത്തെ പറ്റി അവൻ ചോദിക്കുമ്പോൾ അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. തന്റെ വൈഫ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് വളരെ വെപ്രാളത്തിൽ കാർ ഓടിക്കുമ്പോഴായിരുന്നു അന്ന് മിന്നിന്റെ അച്ഛന്റെ കാർ അറിയാതെ ഒരു കൊച്ചു പയ്യനെ ഇടിക്കുന്ന രീതിയിൽ പോകുന്നത്. ആ കൊച്ചു പയ്യൻ ഡേ ആയിരുന്നു. ഡേയുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ അമ്മ ഡേയെ രക്ഷിക്കാനായി അവനെ പിടിച്ച് തള്ളി. പക്ഷെ ആ ഒരു കാറിന്റെ ഇടയിൽപ്പെട്ട് അങ്ങനെ മരിക്കുകയായിരുന്നു. ആക്സിഡന്റ് പറ്റി അവരെ രക്ഷപ്പെടുത്താൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നതിന് മുന്നേ മരണവെപ്രാളത്തിൽ പെടയുന്ന ടീം ഡേയുടെ അമ്മ തന്നെയാണ് അവരുടെ വെഡിങ് റിംഗ് ഊരി കയ്യിൽ പിടിച്ചതും അത് പിന്നെ മിന്നിന്റെ അച്ഛന്റെ കയ്യിൽ ആ ഒരു വെപ്രാളത്തിൽ കിട്ടുകയുമായിരുന്നു. തന്റെ മകളുടെ ബോയ് ഫ്രണ്ടായി ഡേയെ പരിചയപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന് അത് തന്റെ അന്നത്തെ ആ ഒരു കാർ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട പയ്യനാണ് എന്നത് അറിയില്ലായിരുന്നു. എന്റെ കുടുംബം തകർന്നത് ആ ഒരു ആക്സിഡന്റ് കൊണ്ടാണ്. എന്റെ അമ്മ മരിച്ച ശേഷം ഇന്നും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഒരു മാനസിക രോഗിയായി മാറിയ ആളാണ് എന്റെ അച്ഛൻ. അങ്ങനെ ഞാനും ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കാൻ കാരണം അന്നത്തെ ആ ഒരു ആക്സിഡന്റ് ആണ്. ഞങ്ങളുടെ ഫാമിലിയെ തകർത്തിട്ട് താൻ എങ്ങനെ ഇത്ര സന്തോഷമായി ജീവിക്കുന്നുവെന്ന് ഡേ മിന്നിന്റെ അച്ഛനോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ ഇന്നും അറിയാതെ നടന്ന ആ ഒരു തെറ്റിന്റെ പേരിലുള്ള കുറ്റബോധത്തിലാണ് ജീവിക്കുന്നതെന്ന് മിന്നിന്റെ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നോട് ചെയ്ത ആ ഒരു തെറ്റിനുള്ള പ്രായശ്ചിത്തമായി നീ എന്റെ മകളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇവൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുന്ന മിന്നിന്റെ അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ മിന്നൊരിക്കലും ഈ കാര്യം അറിയരുതെന്നും അവൾക്ക് ഞാനൊരു ഹീറോ ആണ്, പക്ഷെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത് അവൾ അറിഞ്ഞാൽ അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നല്ല മിന്നിന്റെ അച്ഛൻ ഡേയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡേക്ക് മിന്നിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അവൻ എങ്ങോട്ടാണ് പോയതെന്നൊന്നും അവൾക്കറിയില്ലല്ലോ. അവൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ അച്ഛനാണ് അറിഞ്ഞോ അറിയാതെയോ തന്റെ അമ്മയെ കൊന്നതെന്നൊന്നും അവൻ പറയാൻ നിൽക്കുന്നില്ല. കൂടാതെ അവൾ ആ റിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ അല്ലല്ല അതെന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് റിംഗ് ഒന്നും അല്ലെന്ന് പറഞ്ഞ് അവൻ അതങ്ങ് ഉഴപ്പുന്നു. അതൊരിക്കലും മിന്നിന്റെ അച്ഛനോടുള്ള ദേഷ്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മിന്നിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ടോ അല്ല, മറിച്ച് മിന്നിനെ സങ്കടപ്പെടുത്തണ്ട എന്ന് ഓർത്തിട്ടാണ് അവനിപ്പോ കാര്യങ്ങൾ അവളോട് പറയാതിരുന്നത്. എന്തായാലും താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ ആളുടെ മകളാണെന്നത് അവനെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അവൻ അമ്മയുടെ കല്ലറയുടെ അവിടെ പോയിരുന്ന് ആ കാര്യം പറഞ്ഞ് കരയുന്നു. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് അവന് മിന്നിനെ വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. കാരണം അവൾ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ ഈ കാര്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ഇവരുടെ വിവാഹ ദിവസം വന്നെത്തുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു മിന്നും ഡേയും ഒക്കെ. ഡേയുടെ അച്ഛനെ സേഫായി വെന്യൂവിൽ എത്തിക്കാനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത് ഡേയുടെ ഫ്രണ്ടിനെയാണ്. പക്ഷെ ആ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കണ്ണൊന്നും തെറ്റുന്ന ഗ്യാപ്പിന് ഡേയുടെ അച്ഛൻ മിസ്സാവുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഇതേ സമയം വിവാഹത്തിന് തൊട്ടു മുന്നേ ഡേയുടെ അച്ഛൻ മിസ്സിംഗ് ആണെന്ന ഒരു വാർത്ത അറിയുന്ന ഡേ ആ ഒരു കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാതെ വേഗം അച്ഛനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. അങ്ങനെ അന്ന് മിന്നിന്റെ ഡേയുടെയും വിവാഹം നടന്നതുമില്ല. പക്ഷെ അതിലൊന്നും മിന്നിന് യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്കറിയാം ഡേക്ക് അച്ഛൻ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളാണെന്ന്. കൂടാതെ അവളും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാതെ ആ കല്യാണം നടക്കണമെന്നുള്ള സ്വാർത്ഥതയൊന്നും അവൾ അവിടെ കാണിച്ചില്ല. അങ്ങനെ അതിനുശേഷം ഒരുപാട് അലഞ്ഞു നടക്കുന്നുണ്ട് ഡേ അവന്റെ അച്ഛനെ അന്വേഷിച്ച്. പക്ഷെ അച്ഛനെ കണ്ടെത്താനേ സാധിച്ചില്ല. ഇടയ്ക്കെപ്പോഴോ ഏതോ കടൽ തീരത്ത് അച്ഛന്റെ വസ്ത്രം അടിഞ്ഞു എന്ന രീതിയിൽ അറിഞ്ഞു ചെന്ന് പരിശോധിക്കുമ്പോൾ അതെ മിസ്സായ സമയത്ത് ഡേയുടെ അച്ഛൻ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണത്. പക്ഷെ അച്ഛന്റെ ബോഡിയോ അച്ഛനെയോ കണ്ടെത്താനൊന്നും
കാര്യങ്ങളൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്തെല്ലാം മിൻ കൂടെ നിന്ന് ഡേയെ സമാധാനിപ്പിക്കാനും അച്ഛനെ അന്വേഷിക്കാൻ കൂടെ ഉണ്ടാവാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഡേയുടെ അച്ഛനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഡേ വളരെയധികം തകരുന്നുണ്ട്. അവൻ കുറെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുന്നു. അവൻ ആദ്യമായി മിന്നിനെ കണ്ടുമുട്ടിയ അവൻ പാർട്ട് ടൈം ജോലിക്ക് തുണി വിൽക്കാനായി പോയിരുന്ന ആ ഒരു ഇടമില്ലേ, അവിടേക്ക് അവളുമായി പോകുന്നു. അവിടെ എത്തുന്ന അവനെ ഇവിടെ വെച്ച് ആദ്യമായി കണ്ടതും അതിനുശേഷം അവനെ ആദ്യം ഇഷ്ടമില്ലാതിരുന്നതും പിന്നീട് അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായതും കല്യാണം വരെ ഇവരുടെ കാര്യങ്ങൾ എത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളെ വളരെ ഹാപ്പിയായി സംസാരിക്കുമ്പോൾ അവളെ കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ അവളെ ഇനി താൻ വേദനിപ്പിക്കാൻ പോകുന്നതെന്ന് അവൻ മനസ്സിൽ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ അത് അവൾക്കറിയില്ല. അവൻ കാഷ്വലായി തന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് അവൾ കരുതുന്നത്. അന്ന് അവിടെ വെച്ച് സംസാരിച്ച് പിരിഞ്ഞ ശേഷം ഡേയെ മിൻ കണ്ടിട്ടില്ല. അവൻ അവളോടൊന്നും മിണ്ടാതെ എങ്ങോട്ടോ പോയിരുന്നു. ഡേ ഇങ്ങനെ പോകുന്നത് മിന്നിന് വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അവൾക്ക് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുപോലെ അവന്റെ അമ്മയുടെ മരണത്തിൽ അവളുടെ അച്ഛനുള്ള പങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അന്നത്തെ ആ ഒരു ആക്സിഡന്റ് മിന്നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണ്. അതിൽ ഡേക്ക് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയുടെ മരണശേഷം അവന്റെ അച്ഛന്റെ മാനസിക നില തെറ്റി, അവന്റെ കുടുംബം തന്നെ താളം തെറ്റി. അവൻ വല്ലാത്ത കഷ്ടപ്പാടിലായിരുന്നു പിന്നീട് ജീവിച്ചിരുന്നത്. എന്തുകൊണ്ട് അവൻ തന്നെ ഇപ്പോ ഉപേക്ഷിച്ചു പോയി എന്ന ഒരു ചോദ്യം അവൾക്കുണ്ടെങ്കിലും അവൻ മടങ്ങി വരുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത് പോലും കേൾക്കാതെ ഡേയുടെ വീട്ടിലാണ് അവൾ പിന്നീട് താമസിക്കുന്നത്. ഡേയുടെയും അവളുടെയും വിവാഹം ലാസ്റ്റ് മൊമെന്റ് അല്ലേ നടക്കാതെ പോയത്. അന്ന് പരസ്പരം അണിയിക്കാനായി വാങ്ങിച്ച വെഡിങ് റിംഗ് ഉണ്ടല്ലോ, അതിൽ അവളുടേത് അവളെടുത്ത് വിരലിലിട്ട് അവനെ ഓർത്ത് അങ്ങനെ അവന്റെ വീട്ടിൽ താമസിക്കുന്നു. അവൾ ജോലി ചെയ്യുന്നതാകട്ടെ അവന്റെ ആ ഒരു പാർട്ട് ടൈം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവളുടെ ലക്ഷറി ലൈഫൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഡേയെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന കണക്ക് തന്നെ അവൻ കൂടെ ഇല്ലെങ്കിലും ജീവിക്കുകയാണ്. അവൻ എന്തെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ. അതിന്റെ ഇടയിൽ അവളുടെ ആ ഒരു ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിലേക്ക് അവൾക്ക് 2 അതിഥികളെ കിട്ടുന്നു. അതൊരു അമ്മയും മകളുമാണ്. പ്രണയിച്ച് നടത്തിയ ഒരു കല്യാണത്തിൽ ഭർത്താവിന്റെ ടോക്സിസിറ്റി കാരണം നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്ന അയാളുടെ മദ്യപാനവും ഉപദ്രവിക്കലും ഒന്നും സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെടാനായി അയാളെ ഉപേക്ഷിച്ചിറങ്ങിയ ആ ഒരു അമ്മയ്ക്കും മകൾക്കും തന്റെ താമസ സ്ഥലത്ത് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് മിന്നൊരിടം കൊടുക്കുന്നു. അങ്ങനെ മിന്നിനെ പറ്റി കൂടെ നിന്ന് അവരും മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ശിവയാകട്ടെ മിന്നിനെ കല്യാണം കഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ കാര്യങ്ങൾ അവളുടെ അടുത്ത് വന്ന് പറയാറുണ്ടെങ്കിലും അവൾ ഒരിക്കലും ശിവയെ വീണ്ടും ആ രീതിയിൽ കാണാനായി തയ്യാറായിട്ടില്ല. അവൾ ഇപ്പോഴും ഡേ മടങ്ങിയെത്താനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 5 വർഷം കടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും ഡേയുടെ ഓർമ്മയിലാണ് ജീവിക്കുന്നത്. അവൻ മടങ്ങി വരാനായി അവൾ ആ ഒരു കപ്പിൾ പെയിന്റിംഗിൽ നോക്കി നിൽക്കുന്നു. ഇതിന്റെ ഒരു പോർഷൻ അവൾ ഡേക്ക് സമ്മാനിച്ചതായിരുന്നു അവർ റിലേഷൻഷിപ്പിലായ ശേഷം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വളരെ കാഷ്വലായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെയുള്ള ആ ഒരു ലേഡി മിന്നിനോട് ചോദിക്കുന്നുണ്ട്, അവൾ ഇത്രയും വർഷം ലൈഫിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് ഡേക്കായി കാത്തിരിക്കുന്നതിന് അവസാനം ഒരു ഫലം ഉണ്ടാകുമോ എന്ന്. കാരണം പ്രണയിച്ച് കല്യാണം കഴിച്ചതായിരുന്നു ഇവരുടെ ഹസ്ബൻഡിനെ. പക്ഷെ അയാൾ കാരണം അവസാനം ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇവർ വന്നു നിന്നത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇത്രയും വർഷമായി മിൻ ഡേയെ കണ്ടിട്ട്. ഇനി എന്തെങ്കിലും ഡേ മടങ്ങി വന്നാൽ തന്നെ അവൻ മിന്നിനെ അക്സെപ്റ്റ് ചെയ്യുമോ, അവനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവും മിന്നിന്റെ അടുത്തില്ലെങ്കിലും അവൾ അവനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് മിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗെറ്റപ്പില് ഡേ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾ അവനിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവനിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുത്ത ഒരു ഭാവത്തിലായിരുന്നു ഡേ മടങ്ങി വരുന്നത്. ഇല്ലീഗൽ ബെറ്റിംഗ് ഒക്കെ നടത്തിയിരുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ കീഴിൽ നിന്ന് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നോക്കലായിരുന്നു ഡേ ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാൾ ഇപ്പോ നാട്ടില് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അയാളെ കാണാനായിട്ടാണ് ഡേ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡേ അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ കണ്ട് മടങ്ങുന്ന കാര്യം ശിവ കാണുന്നുണ്ട്. ഡേയെ ആദ്യം കണ്ടപ്പോ ശിവയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അത് ഡേ ആണെന്ന് അധികം വൈകാതെ അവൻ തിരിച്ചറിയുന്നു. ഡേ വളരെയധികം മാറിപ്പോയത് മനസ്സിലാക്കുന്ന ശിവയ്ക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൻ മടങ്ങിയെത്തിയത് ഒട്ടും ഇഷ്ടമായിട്ടുമില്ല. എന്തായാലും ഇവിടെ എത്തിയ ഡേ ആകട്ടെ നേരെ പോകുന്നത് അവന്റെ ആ പഴയ വീടിന്റെ അവിടേക്കാണ്. അവിടെ എത്തുന്ന അവൻ അവിടെ താമസിക്കുന്ന അമ്മയും മകളെയും കണ്ട് ആരെ ഇവരെങ്ങനെ ഈ വീട്ടിൽ കയറിയത് എന്നൊക്കെ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നു. വാതിൽക്കൽ ഡേ നിൽക്കുന്നത് കണ്ട് ആ പെൺകുട്ടി ഡേയുടെ ഫോട്ടോ മിന്നിൽ നിന്ന് കണ്ട് മുന്നേ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മിന്നാൻഡിയുടെ ബോയ് ഫ്രണ്ട് വന്നല്ലോ എന്നും പറഞ്ഞ് തുള്ളിച്ചാടി അകത്തേക്ക് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും അവിടെ ഡേ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോയിരുന്നു. ഡേയെ കണ്ടുവെന്നെല്ലാം ആ പെൺകുട്ടി മിന്നിനോട് പറഞ്ഞിട്ട് പോലും അവൾ അത് വിശ്വസിക്കുന്നുമില്ല. അന്നാകട്ടെ ഡേക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നാളെ അവൾ വരുന്ന കാര്യം അവനെ അറിയിക്കുമ്പോൾ എയർപോർട്ടിൽ അവൻ ഉണ്ടാകുമെന്നും മറുപടി പറയുന്നു. പണ്ടത്തെ തന്റെ വീട്ടിലേക്ക് പോയ ഡേ അവൻ പാർട്ട് ടൈം ജോലിക്ക് തുണിയൊക്കെ വിൽക്കാറുണ്ടായിരുന്ന ആ ഒരു സ്ട്രീറ്റിലേക്കും പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൻ അവിടെ മിന്നിനെ കാണുന്നു. മിന്നവിടെ താൻ പണ്ട് ചെയ്തിരുന്ന ആ തുണിക്കച്ചവടം ഇപ്പോഴും ചെയ്യുന്നത് അപ്പോഴാണ് അവൻ അറിയുന്നത്. പക്ഷെ ആ സമയത്ത് മിന്നിനെ കാണാനായി ശിവ എത്തുന്നു. ശിവ ഡേയെ കണ്ട കാര്യം ഒന്നും തന്നെ മിന്നിനോട് പറയുന്നില്ല. അത് മറച്ചു വെച്ച് സംസാരിക്കുന്നത് കൂടാതെ അവനെ കല്യാണം കഴിക്കാനായി അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പക്ഷെ മിൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഡേക്ക് മനസ്സിലായോ എന്തോ. അവൻ അടുത്തേക്ക് പോകുന്നില്ല, ദൂരെ മാറിപ്പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അടുത്ത ദിവസമാട്ടെ മുന്നേ ഡേ ഒരു പെൺകുട്ടി ഫോൺ ചെയ്ത് എയർപോർട്ടിൽ എത്തുന്ന കാര്യം പറഞ്ഞു
പറഞ്ഞിരുന്നില്ലേ, ആക്ച്വലി ആ പെൺകുട്ടി ഒരു ഫേമസ് ആയ സിനിമാ നടിയാണ്. അവർ എയർപോർട്ടിലേക്ക് വരുന്ന ആ സമയം തന്നെ അവിടെ മിൻ ഉണ്ടായിരുന്നു. മിൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായി തന്നെ ഡേയും ഉണ്ടായിരുന്നു. ഡേ ആ ഒരു ആക്ട്രസിനെ പിക്ക് ചെയ്യാനായി നിൽക്കുകയാണ്. പക്ഷെ അടുത്തടുത്ത് നിന്നിട്ടും മിന്നും ഡേയും പരസ്പരം കണ്ടതുപോലും ഇല്ല. എന്തായാലും ആ ആക്ട്രസ് ആട്ടെ വന്ന പാടെ അവരെ പൊതിഞ്ഞ് കുറെ മീഡിയക്കാരുണ്ട്. അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ അവിടെയുള്ള ഡേയുടെ അടുത്തേക്ക് എത്തി അവനെ കണ്ട സന്തോഷത്തില് കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്താണ് മിൻ ആ കാഴ്ച കാണുന്നത്. അവിടെ നിൽക്കുന്ന ഡേയെ കണ്ടും ഡേയുടെ കൂടെയുള്ള ആ പെൺകുട്ടിയെ കണ്ടും ഒക്കെ തന്നെ മിൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഡേയും അവിടെ വെച്ച് മിന്നിനെ കാണുന്നുണ്ടെങ്കിലും അവളെ അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. അവളെ ഇഗ്നോർ ചെയ്ത് അവൻ വണ്ടിയിൽ കയറി പോകാനേ ഒരുങ്ങുമ്പോൾ ഇത്രയും വർഷമായി അവൻ എത്താനായി കാത്തിരുന്ന അവൾ ആകെ തകരുന്നുണ്ട്. അവൾ വണ്ടിയുടെ അടുത്ത് ചെന്ന് ബഹളം വെക്കുന്നു. എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ആക്കാതെ പോകുന്നത്, എവിടെയായിരുന്നു നീ ഇത്രയും നടന്നെല്ലാം അവൾ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ ഇഗ്നോർ ചെയ്യുകയാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഡേ മിൻ തനിക്കായി കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവളെ ഇഗ്നോർ ചെയ്യുന്നത്? അവളുടെ അച്ഛനാണ് തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ എന്ന് അറിഞ്ഞതിലുള്ള ദേഷ്യമാണോ? ഡേ തിരിച്ചെത്തിയപ്പോ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും അവൻ മിന്നിനോട് ചെയ്യുന്ന ഈ അവഗണന തീരെ ശരിയായി തോന്നുന്നില്ല. ഇത്രയും നാൾ കാത്തിരുന്നിട്ടും ഡേ ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പോ മിൻ എന്തായിരിക്കും തീരുമാനിക്കുക? വിവാഹം ലാസ്റ്റ് മൊമെന്റ് ക്യാൻസൽ ആവുകയും അച്ഛൻ മിസ്സാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഡേ മിന്നിനെ ഉപേക്ഷിച്ച് പോകുന്നു. മിന്നാകട്ടെ ഡേയുടെ ഓർമ്മയില് അങ്ങനെ അവനെ കാത്ത് വർഷങ്ങൾ തള്ളി നീക്കുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി മടങ്ങിയെത്തുന്ന ഡേ എയർപോർട്ടിൽ ഒരു ആക്ട്രസിന്റെ കൂടെ ഉള്ളതായി മിൻ കാണുന്നുണ്ട്. ആ ആക്ട്രസ് ഡേ കണ്ട പടെ കിസ് ചെയ്യുന്നതും ഒക്കെ കണ്ട് മിൻ ആകെ ഷോക്ക് ആവുന്നു. ഡേ ആ ഒരു മൊമെന്റ് മിന്നിനെ കാണുന്നുണ്ടെങ്കിലും അവളോട് സംസാരിക്കാനൊന്നും അവനും സാധിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് ആ ആക്ട്രസിന്റെ കൂടെ കാറിൽ കയറി പോകുമ്പോൾ ഭയങ്കരമായി കരയുന്ന മിന്നിനെ അവൻ കാണുന്നുണ്ടെങ്കിലും അപ്പൊ മിണ്ടാനൊന്നും നിൽക്കുന്നില്ല. ഈ സമയത്ത് ആക്ട്രസിന്റെ മാനേജർ അവരെ വഴക്ക് പറയാണ്. എന്ത് പണി ഈ കാണിച്ചെന്നൊക്കെ. ഡേ കിസ് ചെയ്തതിനെ പറ്റി, അതും പബ്ലിക്കായി കിസ് ചെയ്തതിനെ പറ്റിയില്ല അവർ ദേഷ്യപ്പെടുമ്പോ വർഷങ്ങൾക്ക് ശേഷം ഇവനെ കണ്ട സന്തോഷത്തില് അറിയാതെ ചെയ്തു പോയതാണെന്ന് ആ ആക്ട്രസ് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ആക്ട്രസും ഡേയും റിലേഷൻഷിപ്പിലൊന്നുമല്ല, പക്ഷെ ഇവർ ഒന്നിച്ച് നല്ല കൂട്ടായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ആ ആക്ട്രസ് ചെയ്ത കാര്യങ്ങൾ ഡേയ്ക്കും ഇഷ്ടമായിട്ടില്ല. അവൻ വേഗം തന്നെ വണ്ടി നിർത്തിച്ച് അവിടെ നിന്ന് നേരെ പോകുന്നത് മിന്നിനെ കാണാനായിട്ടാണ്. അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന അവളെ കണ്ട് അടുത്തേക്ക് പോവാതെ അവൻ മാറി നിൽക്കുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട ശേഷം എഴുന്നേറ്റ് പോകുന്ന അവൾ അവന്റെ ഓർമ്മയിൽ ഇരുന്ന് വരച്ച കുറെ പെയിന്റിങ്സ് അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അതൊക്കെ കാണുന്ന അവൻ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾ ഇപ്പോഴും തന്നെ മറന്നിട്ടില്ല എന്ന് അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും മിന്നാകട്ടെ ഡേയെ ഇപ്പോ വളരെ അപ്രതീക്ഷിതമായി കണ്ടതിന്റെ കൂട്ടത്തിൽ നേരിടേണ്ടി വന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാതെ ഉറങ്ങാതെ ആകെ വീക്കായി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട്. ഈ കാര്യം അറിയുന്ന ഡേയുടെ ഫ്രണ്ട് ഡേ മിന്നിനോട് ഇങ്ങനെ ചെയ്തൊന്ന് ഓർക്കുമ്പോ തന്നെ ഭയങ്കര കലിപ്പിലാവുന്നുണ്ട്. കാരണം ആദ്യം ഈ ഫ്രണ്ടിനെ ഡേയും മിന്നും അടുക്കുന്നത് താല്പര്യമില്ലായിരുന്നു. മിന്നൊരു അഹങ്കാരിയാണെന്നൊക്കെയാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ ഡേ ഒരു അഡ്രസ്സും ഇല്ലാത്ത രീതിയിൽ ഇവിടെ നിന്ന് മാറിയ ശേഷവും മിൻ മുന്നോട്ട് ജീവിക്കുന്നത് ഡേ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിയ ആ ഫ്രണ്ടിന് ആ മിന്നിനോട് ഡേ ഈ ഒരു രീതിയിൽ പെരുമാറിയോ, അതുമൂലം അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയോ എന്നൊക്കെ ഓർക്കുമ്പോൾ ആ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഫ്രണ്ട് ഇപ്പോൾ ഡേ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അവനെ കാണാനായി ഒരു അവസരം ഒരുക്കുന്നു. അങ്ങനെ ഡേ ഈ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ എത്തുന്ന ടീം മിന്നിനോട് അവനിപ്പോ ഈ പെരുമാറുന്നതിന്റെ പേരിൽ ഫ്രണ്ട് ദേഷ്യപ്പെടുമ്പോ മിന്നിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഡേ മിന്നിനെ പറ്റി ഒരു കൺസേൺ ഉള്ള കണക്കെ അവിടെ ഭാവിക്കുന്നില്ല. ഈ ഫ്രണ്ട് അതിന്റെ പേരിൽ ദേഷ്യപ്പെടുമ്പോ നിനക്ക് എന്നോട് ദേഷ്യപ്പെടാൻ ഒരു റൈറ്റ് ഇല്ലെന്നും എന്റെ അച്ഛന് അപകടം സംഭവിക്കാൻ കാരണം നീയാണ്. നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോയ സമയത്താണ് എന്റെ അച്ഛൻ മിസ്സായത്. ഇതുവരെ എന്റെ അച്ഛനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ അതിന്റെ പേരിൽ നിന്നോട് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഓർത്താണ് ഇപ്പോഴും മാന്യമായി സംസാരിക്കുന്നത്. ഇനി മേലാൽ എന്നെ കോണ്ടാക്ട് ചെയ്തേക്കരുതെന്ന് പറഞ്ഞ് അവന്റെ ഈ ഫ്രണ്ട്സിനെ പോലും ഇനി കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് ഡേ അവിടെ നിന്ന് പോന്നു. ഈ 5 വർഷങ്ങൾ ഡേ ഒരുപാട് മാറിപ്പോയെന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഡേ ഇങ്ങനെ മാറിയെന്നത് അവർക്കറിയില്ല. ഇവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മിന്നിനെ ഹോസ്പിറ്റലിൽ കാണാനായി ഡേ പോകുന്നുണ്ട്. ആ സമയത്ത് മിൻ നല്ല മയക്കത്തിലായിരുന്നു. അവളുടെ അടുത്തിരുന്ന് എന്തിനാ എനിക്ക് വേണ്ടി നീ ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അവളോട് ചോദിക്കുന്നവൻ പതിയെ അവളെ കിസ് ചെയ്യാനായി പോകുന്ന ടൈമാണ് അങ്ങോട്ടേക്ക് ശിവയുടെ വരവ്. മിന്നിന്റെ റൂമിൽ ഡേയെ കണ്ടത് ശിവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ഏതോ ഒരു സിനിമാ നടിയൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പോഴും മിന്നിന്റെ പുറകെ നടക്കുന്നത്? അത് നിർത്തിക്കോ, ഞാനും അവളും ഇപ്പൊ ഡേറ്റിംഗിലാണെന്നെല്ലാം ശിവ പറയുമ്പോ ശിവ ഈ പറയുന്ന ഒന്നും കേട്ട് ദേഷ്യത്തില് ഡേ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ശിവ പറഞ്ഞതൊക്കെ ഒരു കോമഡി കണക്ക് അത് കേട്ട് ചിരിച്ചായിരുന്നു അവിടെ നിന്ന് ഡേ പോകുന്നത്. ഇതേ ടീം ഈ ഒരു സെലിബ്രിറ്റീസിനൊക്കെ നമ്മുടെ നാട്ടിലല്ല പുറം നാടുകളിലൊക്കെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പിന്നീട് അത് അവരുടെ കരിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഈ ഒരു ആക്ട്രസ് ഡേയെ പബ്ലിക്കായി കിസ് ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ റിലേഷൻഷിപ്പ് ആണെന്ന് അങ്ങനെ റൂമർ സ്പ്രെഡ് ആവുകയും അവർക്ക് കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ അറിയുന്ന മിന്നിന്റെ അച്ഛനാകട്ടെ അവരുടെ ബിസിനസിന്റെ ഒക്കെ ബ്രാൻഡ് അംബാസിഡറായി ആ ആക്ട്രസിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിലൂടെ മിന്നിന്റെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയും ഇപ്പോൾ ഡേയെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന മിന്നിനെ ഈ ആക്ട്രസിനെ മുൻനിർത്തി ഡേയെ പറ്റി ഒരു വെറുപ്പുണ്ടാക്കി അവരെ അകറ്റണമെന്നും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നതുമാണ്. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ മിൻ കാണാനായി പോകുന്നത് ഡേ ആണ്. 5 വർഷം അവനെ കാത്തിരുന്നിട്ട് വന്ന അവൻ അവൾ ഇത്രയേറെ സങ്കടപ്പെടുത്തുന്നതിന്റെ പേരിൽ അവൾ ആദ്യം അവനോട് ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവളോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് കേട്ട് കരയാതെ അവനെ അടിക്കുകയാണ് അവൾ ചെയ്യുന്നത്. 5 വർഷങ്ങൾ നീ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ മടങ്ങിയെത്തി നീ കള്ള
കള്ളം നന്നായി പറയുന്നുണ്ടല്ലോ, നിനക്ക് അങ്ങനെ എന്നെ മറക്കാൻ കഴിയുമെന്നെല്ലാം അവൾ ചോദിക്കുമ്പോ മറക്കാൻ കഴിയുമോന്നോ, നിന്നെ ഞാൻ എപ്പോഴേ മറന്നു എന്നും പറഞ്ഞ് അവൻ അപ്പോഴും ഇഗ്നോർ ചെയ്യുമ്പോ അതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല, നിനക്ക് ഞാൻ 5 ദിവസം സമയം തരാം, അപ്പോഴേക്കും എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നോളാനായി അവൾ പറയുമ്പോ 5 ദിവസമോ എന്തിനെന്ന് ഡേ ചോദിക്കുന്ന ടീം, ഞാൻ നിനക്കായിട്ട് 5 വർഷം കാത്തിരുന്നില്ലേ, അപ്പൊ ഒരു 5 ദിവസമെങ്കിലും ഞാൻ നിനക്ക് സമയം തരണ്ടേന്ന് പറഞ്ഞ് അവനെ മറക്കില്ലെന്നും അവന്റെ പുറകെ തന്നെ നടക്കുമെന്നും അവന്റെ മുഖത്ത് നോക്കി ചലഞ്ച് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അവനിങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന കാര്യം ഓർത്ത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും അവനെ തന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായി അവൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തന്നോട് ഒരു വാക്ക് പറയാതെ ഡിസ്ചാർജ് ചോദിച്ചു മേടിച്ചു പോയ മിന്നിനെ കാണാനായി വീട്ടിലേക്ക് ശിവ വരുന്നുണ്ട്. മിൻ ഇപ്പോഴും ഡേയുടെ ഓർമ്മകളിലാണ് ഉള്ളതെന്നും അവൾ ഡേയെ കാണാനായിട്ടാണ് അവളുടെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോയതെന്നും ഒക്കെ അറിഞ്ഞ് ശിവ നല്ലവണ്ണം മിന്നിനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ആ ആക്ട്രസ് ഡേയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ കരിയറിന് ഇപ്പൊ നല്ല 8ന്റെ പണി കിട്ടിയിരിക്കുകയാണല്ലോ ആ റൂമർ കാരണം. നീ എന്നെ കിസ് ചെയ്തത് പുതിയൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെന്നും എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായി ഡേ ഉപദേശിക്കുമ്പോ അങ്ങനെ പറയണോ, ഞാനും നീയും റിലേഷൻഷിപ്പില്ല, നമ്മൾ ഉടനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞാലും ഇതൊരുവിധം സോൾവ് ആകുമെന്ന് ആ ആക്ട്രസ് പറയുമ്പോ അതിന് ഞാൻ നിന്നെ ആ രീതി കണ്ടിട്ടേ ഇല്ലല്ലോ, പിന്നെ നീ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഡേ കളിയാക്കുന്നുണ്ട്. ആക്ട്രസിന്റെ മുഖം അത് കേട്ട് വാടുന്നത് നമുക്ക് കാണാം. കാരണം പുള്ളിക്കാരിക്ക് ഡേയെ വലിയ ഇഷ്ടമായിരുന്നു. എന്തായാലും ഡേ ഇങ്ങനെ പറയുമ്പോ ആ ഇഷ്ടം മറച്ചു വെച്ച് തന്നെ അവർ ശരി ഞാൻ നീ പറയുന്ന പോലെ തന്നെ പറയാന്ന് ഡേയോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ആക്ട്രസിന്റെ അമ്മ പുള്ളിക്കാരിയെ ഭയങ്കരമായി തന്നെ അടിക്കുന്നുണ്ട്. അവൾ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് അവളുടെ കരിയർ സ്പോയിൽ ആയില്ലെന്ന കാര്യം പറഞ്ഞാണ് അമ്മ ഉപദ്രവിക്കുന്നത്. ആക്ച്വലി ഈ ആക്ട്രസിന് സീരിയലിലോ സിനിമയിലോ ഒന്നും അഭിനയിക്കണമെന്നൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള വഴി അതാണെന്ന് കണ്ട് ഈ അമ്മയാണ് മകളെ ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നാക്കിയത്. പണത്തിന് വേണ്ടി മകളെ ഒരുപാട് ടോർച്ചർ ചെയ്യാറുള്ള ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ തന്നെ ആക്ട്രസ് താനുമായി ഫ്രണ്ടായി മാറിയിട്ടുണ്ടായിരുന്ന ഡേയോട് പറഞ്ഞിരുന്നു. ഡേക്ക് അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആക്ട്രസിനോട് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഒരു അനിയത്തിയെ പോലെ ഡേ അവളെ കണ്ടിരുന്നത്. ഇപ്പൊ തന്നെ ഈ ആക്ട്രസിന് വീട്ടിലാകെ പ്രശ്നമായ കാര്യം പുള്ളിക്കാരിയുടെ മാനേജർ വഴി അറിയുന്ന ഡേ വീട്ടിലേക്ക് എത്തി ഉപദ്രവിക്കുന്ന അമ്മയിൽ നിന്ന് അവൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇനി ഇവളെ അടിച്ചാല് പോലീസിന് പിടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞാണ് അമ്മയെ ഡേ പേടിപ്പിച്ച് മാറ്റുന്നത്. അങ്ങനെ അവൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിൻ അവനെ വിളിച്ച് കാണാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. പോകാൻ ആദ്യം ഡേ മടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഡേയുടെയും മിന്നിന്റെയും ആ ഒരു ലൈഫിൽ നടന്ന പല മെമ്മറബിൾ ആയ കാര്യങ്ങളും അവിടെ പെയിന്റിങ്സ് ആയി വരച്ചു വെച്ചിരിക്കുകയാണ് മിൻ. അതൊക്കെ കാണുമ്പോഴെങ്കിലും ഡേ തന്നെ ഓർക്കും തന്നിലേക്ക് മടങ്ങി എത്തുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത് കാണുന്നവൻ ഇതൊക്കെ കാണിക്കാനാണോ എന്നെ നീ വിളിച്ചു വരുത്തിയതെന്ന് അവളോട് ദേഷ്യപ്പെടുന്നു. ഇതൊന്നും കാണിച്ചിട്ട് ഇനി ഒരു കാര്യമില്ലെന്നും എനിക്ക് മറ്റൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് ഡേ പോകുമ്പോ മിൻ അവിടെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ടെങ്കിലും അവൻ അവളെ ഇഗ്നോർ ചെയ്യുന്നതിന്റെ നല്ല വിഷമമുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും എന്തിനായിരിക്കും ഡേ മിന്നിനെ ഇഗ്നോർ ചെയ്യുന്നത് അറിയില്ല. പക്ഷെ ഡേയുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ മിന്നിന്റെ അച്ഛനുണ്ടല്ലോ, അന്ന് ഒരു ആക്സിഡന്റ് അബദ്ധത്തിൽ സംഭവിച്ചതാ ശരി എന്ന് പറയാം. അയാളുടെ തെറ്റുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത്. പക്ഷെ അന്ന് അയാളൊന്ന് മെനക്കിട്ട് ഹോസ്പിറ്റലിലേക്ക് ഡേയുടെ അമ്മയെ കൊണ്ടുവരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ എയ്ഡ് നൽകാതെ അവർ മരിക്കാനായി കാരണം മിന്നിന്റെ അച്ഛൻ തന്നെയാണ്. ഈ കാര്യം മിന്നിനോട് പറയരുതെന്നും പ്രായശ്ചിത്തമായി എന്റെ മകളെ തന്നെ നീ കല്യാണം കഴിക്കണമെന്നുമെല്ലാം അന്ന് ഡേയോട് കുമ്പസരിച്ചിരുന്ന മിന്നിന്റെ അച്ഛന് പക്ഷെ ഇപ്പോ മിന്നും ഡേയും ഒന്നിക്കുന്നതിനോട് താല്പര്യവുമില്ല. ഇനി ഒരു പക്ഷേ തന്റെ അമ്മയുടെ മരണത്തിന് മിന്നിന്റെ അച്ഛനാണ് കാരണക്കാരൻ എന്നതുകൊണ്ടാണോ ഡേ അവളോട് ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? എന്തായിരിക്കും അവന്റെ മനസ്സിൽ? എന്തായാലും അന്ന് വളരെ സങ്കടത്തില് വീട്ടിലേക്ക് എത്തുന്ന മിന്നിനെ കാണാനായി ശിവ വന്നിരുന്നു. ശിവ അപ്പോഴും മിന്നിനോട് അവനുള്ള ഇഷ്ടം പറഞ്ഞ് ഡേയെ മറക്കുന്ന രീതിയിൽ അവളെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാവുന്നില്ല. ആ ഒരു ടെൻഷനില് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന ശിവയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. പക്ഷെ കാര്യമായി ഒന്നും ഭാഗ്യത്തിന് പറ്റുന്നില്ല. പക്ഷെ ഈ കാര്യം പറഞ്ഞ് അവനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് മിൻ ചെല്ലുമ്പോൾ അതേ ഹോസ്പിറ്റലില് ആക്ട്രസും അവരെ കാണാനായി ഡേയും വന്നിരുന്നു. തുടർന്ന് അവിടെ വെച്ച് ശിവ മിന്നിന്റെ കാര്യം പറഞ്ഞ് ഡേയോട് വഴക്കുണ്ടാക്കുകയും നീ വിചാരിക്കുന്ന കണക്ക് എനിക്ക് ഇവിടെ വേണ്ട, അവളെ എന്റെ പുറകെ നടക്കുന്നത് അല്ല, ഞാൻ നീ പറയുന്ന കണക്ക് അവളുടെ പുറകെ നടന്ന് ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഡേ ആകട്ടെ മിൻ തന്നെ പൂർണ്ണമായും മറക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ അവിടെ വെച്ച് ആ ആക്ട്രസുമായി അവന് വലിയ അടുപ്പമുള്ള രീതിയിൽ തന്നെ അഭിനയിക്കുന്നു. ഇത് കണ്ട് മിന്നിന്റെ മനസ്സാകെ തകരുന്നുണ്ടെങ്കിലും അവന് അങ്ങനൊന്നും തന്നെ ചുമ്മാ മറക്കാനേ കഴിയില്ല. അവൻ ഇപ്പോ തന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നെങ്കിൽ അതിന് പിന്നിൽ തക്കതായി എന്തെങ്കിലും കാരണം കാണും എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് അവൾ അത് അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. അതിനായി തന്നെ ഇപ്പൊ അവരുടെ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസിഡറായി വന്നിരിക്കുന്ന ആ ഒരു ആക്ട്രസുമായി യഥാർത്ഥത്തിൽ താൻ ആരാണ് എന്നത് വെളിപ്പെടുത്താതെ, അതായത് താൻ ഡേയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെന്നും അവനുമായി തന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ആ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും ഇന്നും താൻ അവനെ കാത്തിരിക്കുന്നു എന്നും ആക്ട്രസിനോട് പറയാതെ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിച്ച് പതിയെ പതിയെ വളരെയധികം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആക്ട്രസുമായി മിൻ ഡെവലപ്പ് ചെയ്യുന്നു. പതിയെ കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നുണ്ടെങ്കിലും തന്റേതായുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ഈ ആക്ട്രസിന്റെ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നുണ്ട്. അവരെ അമ്മ ഒരുപാട് പാടുപെടുത്തുന്നതും ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലാണ് അവർ ഡേയെ പരിചയപ്പെടുന്നതെന്നും അവൻ ആ ഒരു നിമിഷം മുതൽ ഈ ആക്ട്രസിന് വലിയൊരു സുഹൃത്തായിരുന്നെന്നും അപ്പോഴേ
അവനോട് പ്രണയമുണ്ടായിരുന്നവർ പലതവണ അവനെ പ്രപ്പോസ് ചെയ്തെങ്കിലും അത് റിജക്ട് ചെയ്തിരുന്ന അവൻ ഇപ്പൊ ഈ നാട്ടിലേക്ക് മടങ്ങി എത്തിയ ശേഷമാണ് അവരെ ഒരു ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാനായി തയ്യാറായതെന്ന് നോക്ക്. അതായത് ഇപ്പൊ മിന്നിനെ കാണിക്കാനായി തന്നെ ഡേ ആ ആക്ട്രസുമായി റിലേഷൻഷിപ്പിന് തയ്യാറാണെന്ന് അവളെ അറിയിച്ചിരുന്ന കണക്കാണ് മിന്നിന് ഇപ്പൊ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ വളരെ നിഷ്കളങ്കമായി ഡേയോടുള്ള ഇഷ്ടത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആ ആക്ട്രസിനോട് തന്നെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മിന്നിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മടങ്ങുന്ന അവൾ ഡേയെ കാണുന്നുണ്ട്. തന്നെ പോലെ തന്നെ ആ ആക്ട്രസും ഡേയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മിൻ അവനോട് ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു, നീ ശരിക്കും എന്നെ മറന്നെങ്കിൽ ഞാൻ നിന്റെ ലൈഫിൽ ഒരു തടസ്സമായി വരില്ല. നീ നന്നായിട്ട് മുന്നോട്ട് ജീവിക്കുന്നതിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ ആരുടെ കൂടെ ജീവിച്ചാലും നന്നായി തന്നെ ജീവിക്കാനായി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം മറച്ചു വെച്ച് നീ ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഞാൻ നിന്നെ തിരിച്ച് നേടിയെടുത്തിരിക്കുമെന്ന് തന്നെ അവൾ അവനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഡേ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനു മുന്നേ ഡേക്ക് തന്നോട് ഇപ്പൊ താല്പര്യമുണ്ടോ അതോ തന്നെ അവൻ മറന്നോ എന്ന് കൺഫേം ചെയ്യണമെന്നും മിൻ തീരുമാനിക്കുന്നു. അവൾ അതിനായി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അവൾ എപ്പോഴത്തെ പോലെ തന്നെ ഡേ മിസ്സായ ശേഷം അവന്റെ പാർട്ട് ടൈം ജോലി ചെയ്യാറുണ്ടല്ലോ, ആ ഒരു സ്ട്രീറ്റിലെ തുണിക്കച്ചവടവും മറ്റും അത് ചെയ്ത് നിൽക്കുന്ന ടീം അവിടെ പോലീസ് എത്തുകയും ആ ഒരു ടീം അവൾ അതെല്ലാം വാരിക്കെട്ടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അതിന് ആ ഒരു ടൈം കിട്ടുന്നില്ല. പക്ഷെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ അവളെ കാണാനായി ഡേ അന്ന് എത്തുന്നുണ്ട്. അവനാണ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് സേഫ് ആയി മാറ്റി നിർത്തുന്നത്. ഈ ഒരു സമയത്ത് ഓടുന്നതിന്റെ ഇടയിൽ അവൻ അവളുടെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും ആ കൈ അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നത് അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൈ പിടിച്ച് തോർത്ത കണക്ക് അവൻ അത് വിടുകയും അവിടെ നിന്ന് പോകാനായി നോക്കുകയും ചെയ്യുന്നു. കൂടാതെ അവളോട് ഞാൻ പോലീസ് വന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് അവൾക്ക് കൺഫേം ആവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവൻ തന്നെ അവന്റെ മനസ്സിലെ ഫീലിംഗ്സ് മറച്ചു വെച്ച് അവോയ്ഡ് ചെയ്യുന്നു എന്നത് അറിയാനായി തീരുമാനിച്ച് ചില കാര്യങ്ങൾ അവൾ അതിനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാണാതായ ഡേയുടെ അച്ഛനെയാണ്. ഡേയുടെ അച്ഛൻ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം ഹാപ്പിയായും വളരെ ഹെൽത്തി ആയും ഉണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മിന്നിന്റെ അച്ഛന്റെ കൂടെ. ഡേയുടെ മിന്നിന്റെ കല്യാണത്തിന് ആ ആക്സിഡന്റ് പേരിൽ തനിക്ക് കുറ്റബോധമുണ്ട്, അതുകൊണ്ട് നീ തന്നെ മിന്നിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡേയുടെ അടുത്ത് ഭയങ്കര പാവം കണക്ക് മിന്നിന്റെ അച്ഛൻ സംസാരിച്ചെങ്കിലും ആക്ച്വലി അയാൾ ഒരു ഭയങ്കര ദുഷ്ടനാണ്. അതുകൊണ്ടല്ലേ ലാസ്റ്റ് മൊമെന്റ് ആ കല്യാണം മുടക്കാനായിട്ട് അയാൾ ഡേയുടെ അച്ഛനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എന്തായാലും ഡേ എന്തുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് കണ്ടെത്താനായി തീരുമാനിച്ചുറപ്പിച്ച് മിന്നാകട്ടെ ഡേ ഇപ്പൊ ഇവിടെ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ആ ഒരു കമ്പനിയിൽ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനായി ചേരുന്നുണ്ട്. ഡേ അവളെ ഒഴിവാക്കാനൊക്കെ നോക്കിയെങ്കിലും ഡേയുടെ ഷെയർ ഹോൾഡേഴ്സിനെ തനിക്ക് ഈ ഒരു പ്രോജക്റ്റ് നന്നായി ചെയ്യാൻ സാധിക്കും എന്ന് കൺവിൻസ് ചെയ്ത് തന്നെ മിൻ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ആ ആക്ട്രസിനെ വെച്ച് ഡേ മാക്സിമം മിന്നിനെ പ്രൊവോക്ക് ചെയ്യാനായി നോക്കുന്നുണ്ട്. പക്ഷെ മിൻ അതിൽ ഒന്നും വഴങ്ങുന്നില്ല. അവളും കട്ടയ്ക്ക് ഡേയുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മിന്നിന്റെ അച്ഛൻ ഡേയുടെ അച്ഛനെ മറച്ചു വെച്ചിരിക്കുകയാണെന്ന കാര്യം ശിവ കണ്ടെത്തുന്നു. അച്ഛൻ മിസ്സായതുകൊണ്ടാണ് മിന്നിന്റെയും ഡേയുടെയും കല്യാണം മുടങ്ങിയത്. അച്ഛൻ തിരിച്ചു വന്നാൽ ചിലപ്പോ ഇപ്പൊ മിന്നിനെ അവോയ്ഡ് ചെയ്യുന്ന ഡേ മനസ്സ് മാറി അവളെ കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ശിവ ആ കാര്യം ഡേയോട് പറയുന്നില്ല. അതിന് പകരം അവൻ മറ്റൊരു കാര്യം കണ്ടെത്തുന്നു. ഡേയെ സ്വന്തമാക്കാനായി ഇപ്പൊ ഡേയുടെ പുറകെ മിൻ നടക്കുന്നത് എങ്ങനെങ്കിലും ഡേ കംപ്ലീറ്റ് ആയി ഒഴിവാക്കിയാൽ അച്ഛനുള്ളത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ശിവ ഡേയോട് പറയുമ്പോൾ ഡേ അത് വിശ്വസിക്കുന്നില്ല. എന്റെ അച്ഛൻ മരിച്ചുപോയി, ആ അച്ഛന്റെ പേര് പറഞ്ഞ് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണോന്ന് വർഷങ്ങളായി ഒരു വിവരം ഇല്ലാത്ത അന്വേഷിച്ചിട്ടും ഒരു രീതിയിലും കണ്ടെത്താൻ സാധിക്കാൻ അച്ഛന്റെ കാര്യം ഇപ്പൊ ഇതിലേക്ക് വലിച്ചിടുന്നത് ഇഷ്ടപ്പെടാതെ ഡേ ശിവയെ അടിക്കുന്നു. നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ദേ പുള്ളിക്കാരനെ ഇന്ന് കണ്ടപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടാ വന്നതെന്ന് പറഞ്ഞ് ശിവ ഫോട്ടോ കാണിക്കുമ്പോൾ അത് കാണുന്ന ഡേ ആകെ ഷോക്ക് ആവുന്നു. കാരണം ഇത് അച്ഛന്റെ പഴയ പിക്ചർ ഒന്നും അല്ല, റീസെന്റ് പിക്ചർ ആണെന്ന് ഡേക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ എവിടെയെന്ന് ഡേ ആക്രോശിക്കുമ്പോൾ ഞാൻ പറയാം, പക്ഷെ അതിന് മുന്നേ നീ എനിക്ക് കുറച്ച് ഉത്തരം തരണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഡേ നാട് വിട്ടു പോയതെന്ന് ശിവ തിരക്കുമ്പോൾ എന്റെ അച്ഛൻ മിസ്സായത് എന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. അങ്ങനെ എന്റെ അച്ഛൻ ഇല്ലാണ്ടായി ഞാൻ എങ്ങനെ മനസമാധാനത്തിൽ കല്യാണം കഴിച്ച് ജീവിക്കും? എന്റെ അച്ഛൻ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ പിന്നെയും പോട്ടെ എന്നൊക്കെ, അതും എനിക്ക് വലിയ നഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ നന്നായി നോക്കാൻ കഴിയാതെ എന്റെ കല്യാണ ദിവസം എന്റെ അച്ഛൻ മിസ്സായത് എനിക്ക് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. എനിക്ക് ആ കല്യാണത്തിനോടൊപ്പം പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയതെന്ന് ഡേ പറയുമ്പോൾ ഇപ്പൊ നിനക്ക് മിന്നുമായി കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഡേ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇത് നിന്റെ ഫൈനൽ ഡിസിഷൻ ആണെങ്കിൽ ഇനി ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴും നിന്റെ പുറകെ നടക്കുന്ന മിന്നിനെ എന്തെങ്കിലും ഒരു അറ്റ കൈ പ്രയോഗം നടത്തി നീ വെറുപ്പിക്കണം. അവൾ എന്നെ കല്യാണം കഴിക്കണം. അവൾ നിന്നെ വെറുക്കാനായി നീ വേറെ കല്യാണം കഴിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. എന്തായാലും ഈ കാര്യങ്ങൾ നടക്കണം, അവൾ എന്റേതാവണം, എങ്കിൽ മാത്രമേ ഞാൻ നിന്റെ അച്ഛനെ നിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് ശിവ ഡേയോട് പറയുന്നുണ്ട്. അവൻ അതിനായിട്ട് ആക്ട്രസിനെ ഫോൺ ചെയ്ത് നമുക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് വിരോധമൊന്നും ഇല്ലെന്ന് അവളെ അറിയിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പോഴേക്കും അവളുടെ കൂടെ ഫ്രണ്ടായി ഇപ്പൊ നടക്കുന്ന മിന്നും അത് അറിയുന്നുണ്ട്. ഇത് അറിഞ്ഞ ഷോക്കിൽ മിൻ വേഗം തന്നെ ഡേയെ കാണാനായി വരുന്നു. നമ്മുടെ കല്യാണം മുടങ്ങിയെങ്കിലും ആ വെഡ്ഡിംഗ് റിംഗ് കയ്യിലിട്ട് നിന്നെ മാത്രം ഓർത്താണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്, എന്നിട്ട് നീ എന്നെ കളഞ്ഞ് മറ്റൊരുത്തിയെ കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലാന്ന് പറയുന്നവൻ അവളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അവളോട് തീർത്തു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും അവൻ അവളെ ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ നിൽക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഓഫീസിലേക്ക് കുറെ ലേറ്റ് ആയിട്ടാണ് മിൻ വരുന്നത്. ആക്ച്വലി മിൻ എപ്പോഴും ഓഫീസിൽ നേരത്തെ വരുന്നതാണ്. ഇന്ന് അവൾ ലേറ്റ് ആവുമ്പോഴേ ഡേക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് പറ്റി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവൾ എന്തെങ്കിലും
കടുങ്ങയൊക്കെ ചെയ്തോന്നായിരുന്നു അവന്റെ പേടി. പക്ഷെ അവൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഓഫീസിൽ എത്തിയത് കാണുമ്പോഴാണ് അവൻ ആശ്വാസമാവുന്നത്. നീ പേടിക്കണ്ട, ഞാൻ നീ ആഗ്രഹിക്കുന്ന കണക്ക് തന്നെ നിന്നെ മറന്ന് മുന്നോട്ട് പൊക്കോളാം, നീ സന്തോഷമായിട്ട് ഇരുന്നോളാനെ. അവൾ അവന്റെ മുഖത്ത് നോക്കി ഒരുമാതിരി ഭാവത്തിൽ പറയുമ്പോൾ അത് കേൾക്കുന്ന അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല, അത് കേട്ടേ പറ്റൂ. ശിവ പറഞ്ഞതുകൊണ്ടാണ് ആ ആക്ട്രസിനോട് ഡേ പറഞ്ഞതെങ്കിലും പുള്ളിക്കാരി ശരിക്കും ഡേ തന്നെ വിവാഹം കഴിക്കാനായി ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോഴും സിനിമയിൽ അഭിനയം ഒന്നും നിർത്തരുത്, കല്യാണം ഒന്നും കഴിക്കരുത്, കുറെ അഭിനയിച്ച് കാശുണ്ടാക്കണം എന്നവളെ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്ന അമ്മയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ അങ്ങനെ ഡേയുടെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഡേയുടെ താമസ സ്ഥലത്ത് തന്നെ ആക്ട്രസ് താമസിക്കുന്നുണ്ട്. അവൾക്ക് ഡേയോട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവനുമായി ക്ലോസ് ആവാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡേ ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് ആക്ട്രസിനെ നിർത്തുന്നത്. ഇതേ ടീം ശിവയാകട്ടെ പറഞ്ഞ കണക്ക് ഡേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മിന്നിന്റെ അച്ഛന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഡേയുടെ അച്ഛനെ അദ്ദേഹം അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഡേയെ ഏൽപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് മിന്നിന്റെ കൂടെയുള്ള ഒരു അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ, അതിൽ ആ അമ്മ കാണുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ശിവയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ആളിങ്ങനെ മിന്നിന്റെ പുറകെ നടക്കുന്നതും മിന്നിന്റെ ശിവയോട് താല്പര്യം ഇല്ലാത്തതും ഒക്കെ വന്ന ഒരു സോഫ്റ്റ് കോർണർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പ്രത്യേകം ശിവയുടെ കൂടെയുള്ള ആളിനെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് ആരാണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല. അങ്ങനെ ശിവ ഡേയുടെ അച്ഛനെ അവനെ ഏൽപ്പിക്കുന്നു. ഡേയുടെ ഇപ്പോഴത്തെ ലക്ഷറി താമസ സ്ഥലത്തേക്കാണ് അച്ഛനെ അവൻ കൊണ്ടുവരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോഴും ഇവനെ എപ്പോഴൊക്കെയോ കണ്ടു മറന്ന ഒരു ഓർമ്മ അച്ഛനുണ്ട്. പക്ഷെ മകനാണെന്നൊന്നും വ്യക്തമായി ഓർമ്മയില്ല. പക്ഷെ പണ്ടെപ്പോഴോ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തോന്നുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ഇവന്റെ കൂടെ ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ തങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതെന്ന് ഡേക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആ വീട്ടില് മിന്നാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ അവളുടെ ഈ കാര്യം പറയുമ്പോൾ വർഷങ്ങൾ ഇപ്പുറം കഴിഞ്ഞ് ഡേയുടെ അച്ഛനെ സേഫ് ആയി കിട്ടി, ആ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ച നിലയിലാണ് അവൻ കണ്ടെത്തിയത് എന്നൊക്കെ അവൻ പറഞ്ഞറിയുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. ആക്ച്വലി ഇതിലെ ശിവയ്ക്കുള്ള പങ്കും മിന്നിനെ വെറുപ്പിച്ച് മറ്റൊരു കല്യാണത്തിന് സമ്മതിപ്പിച്ചാലും അച്ഛനെ കാട്ടിത്തരാന്ന് ശിവ പറഞ്ഞത് ഒന്നും തന്നെ ഡേ മിന്നിനോട് പറയുന്നില്ല. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുന്ന ടീം അച്ഛൻ മിന്നിനെ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. അവളോട് കുറച്ചു നേരം കാര്യമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇടയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ മിന്നിന് ചെറുതായി പരിക്കൊക്കെ ഏൽക്കുന്നുണ്ട്. ഈ സമയം ഡേക്ക് അത് കണ്ട് വളരെ പാവം തോന്നുന്നു. അച്ഛൻ ഉപദ്രവിച്ചിട്ടും ഒരു പ്രശ്നമില്ലാതെ മിൻ വളരെ കാര്യമായി അച്ഛനോട് പെരുമാറുന്നത് കാണുന്ന അവൻ അവളുടെ അടുത്തേക്ക് മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കാനൊക്കെ ചെല്ലുന്ന ടീം അവളെ മൈൻഡ് ചെയ്യരുത് എന്ന ഒരു പിടിവാശി അവന്റെ മനസ്സിലുണ്ടല്ലോ, ഓരോ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ മറന്ന് അവളെ കെയർ ചെയ്യുന്ന കണക്ക് അവൻ മാറുന്നുണ്ടെങ്കിലും അവൾ അവനെ ഇഗ്നോർ ചെയ്യുന്നു. ഞാൻ നിന്നെ മറക്കുന്നു, അവൾ വാക്ക് നൽകിയതല്ലേ. അങ്ങനെ അവിടെ വെച്ച് ആ കുട്ടിയുടെ അമ്മയെ കാണുമ്പോഴാണ് ഇയാളല്ലായിരുന്നു ഇന്നലെ ശിവയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നതും ആ കാര്യങ്ങൾ അവർ ഡേയോട് സംസാരിക്കുന്നതും. ഇതേ ടീം തന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഡേയുടെ അച്ഛനെ ശിവ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അറിയുന്ന മിന്നിന്റെ അച്ഛനും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം കൊണ്ട് താൻ മിന്നിനെയും ഡേയും തമ്മിൽ അകറ്റുമെന്ന് ശിവ പറയുമ്പോൾ അദ്ദേഹം കൂളാവുന്നുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ശിവയുടെയും മിന്നിന്റെയും കല്യാണം നടത്താനായി രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കുന്നു. ഓൾറെഡി ഡേക്ക് അവനെ മറക്കാമെന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് തന്നെ മിന്നിപ്പോ ശിവയുമായിട്ടുള്ള കല്യാണത്തിന് വലിയ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഡേയും ആക്ട്രസും ഉള്ള സമയം ശിവയും മിന്നും അവരെ കാണുന്നുണ്ട്. ഇവിടെ വെച്ച് ഡേയും ആ ആക്ട്രസിനെയും ഒന്നിച്ച് കാണുമ്പോൾ മിൻ വലുതായി തകരുന്നില്ല, കാരണം അവൾക്ക് അറിയാലോ. പക്ഷെ ശിവയുടെ കൈ പിടിച്ച് അവനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു നിൽക്കുന്ന മിന്നിനെ കാണുമ്പോൾ ഡേ അപ്സെറ്റ് ആവുന്നുണ്ട്. അവൻ അതായിരുന്നു വേണ്ടിയിരുന്നത് എങ്കിലും അവൻ അപ്സെറ്റ് ആവുന്നു. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയണോന്നൊക്കെ ഉണ്ടെങ്കിലും അതിനുള്ള ഒരു സാഹചര്യവും അവനിപ്പോ ഇല്ല. അവൻ അച്ഛനെ സംരക്ഷിച്ചേ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൾ ദി ബെസ്റ്റ് ആണ് അവരിപ്പോ ഒന്നിച്ചു കാണുന്ന സമയം അവൻ വിഷ് ചെയ്യുന്നത്. ഡേയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മിൻ ആക്ച്വലി തന്നെ വിവാഹം ചെയ്യാനായി ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇപ്പോഴും ഡേയെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ശിവയ്ക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. ഇതേ ടീം മിന്നും ഡേ ഇപ്പോഴും തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം കണ്ടെത്തുന്നു. അത് ആ ആക്ട്രസിന്റെ കൂടെ അവളും ഡേയും ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡേയുടെ എക്സ് ഗേൾ ഫ്രണ്ട് വരച്ചു കൊടുത്ത പെയിന്റിംഗ് എന്ന് ഡേ അവിടെ ഒരെണ്ണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ആക്ട്രസിന് അറിയാം. പക്ഷെ ആരാണ് എക്സ് ഗേൾ ഫ്രണ്ട് എന്നതാണ് പുള്ളിക്കാരിക്ക് അറിയാത്തത്. അങ്ങനെ ആ ഒരു പെയിന്റിംഗ് ഇവിടെ കാണുമ്പോൾ ഇത് തന്റെ ആ ഒരു പെയിന്റിംഗ് ആണെന്ന് തിരിച്ചറിയുന്ന മിൻ ഇതിപ്പോഴും ഡേ സൂക്ഷിച്ചു വെക്കുന്നെങ്കിൽ ഈ ആക്ട്രസിന് പോലും ഇത് ഡേക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ വരച്ചു കൊടുത്തതാണെന്ന് അറിയാമെങ്കിൽ അപ്പോൾ തീർച്ചയായും ഡേ ഇപ്പോഴും തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് മിന്നിന് മനസ്സിലാവുന്നുണ്ട്. മിൻ വളരെ ഹാപ്പി ആവുന്നു. അവൾ എല്ലാ കാര്യങ്ങളും ഈ ആക്ട്രസിനോട് തുറന്നു പറയാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷമാണ് അവിടേക്ക് ഈ ആക്ട്രസിന്റെ അമ്മ എത്തി അവളെ തട്ടിക്കൊണ്ടു പോകാനായി നോക്കുന്നത്. അവൾ അഭിനയമൊക്കെ നിർത്തി ഇപ്പോൾ ഒതുങ്ങി കൂടുന്നത് ആ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുമ്പോഴേക്കും അവളെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ച മിന്നിന് ആക്സിഡന്റ് സംഭവിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലാവുന്ന മിന്നിനെ ഈ കാര്യം അറിഞ്ഞ് ഡേ കാണാനായി പോകുന്നുണ്ടെങ്കിലും ശിവയോ മിന്നിന്റെ അച്ഛനോ ഒന്നും ഡേയെ അകത്ത് കയറാനായി അനുവദിക്കുന്നില്ല. കൂടാതെ അവന്റെ വീടിന്റെ അടുത്ത് വെച്ചാണ് മിന്നിന് ആക്സിഡന്റ് ആയതെന്ന് അറിഞ്ഞ് ഡേ അതിനെപ്പറ്റി ആക്ട്രസിനോട് ചോദിക്കുമ്പോഴാണ് ആ പെയിന്റിംഗ് കാണാനായി എന്റെ കൂടെ മിൻ വീട്ടിലേക്ക് വന്നതാണ്, അപ്പോഴാണ് ഈ ആക്സിഡന്റ് പറ്റിയതെന്ന് ആക്ട്രസ് പറയുന്നത്. ആ പെയിന്റിംഗ് മിൻ കണ്ടു എന്ന് മനസ്സിലാകുന്ന ഡേക്ക് താൻ അവളോട് ദേഷ്യം കാണിച്ചാലും അവളെ താൻ ഇഷ്ടപ്പെടുന്നു എന്നത് അവൾ അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് മിന്നിന് ബോധം വരുന്നുണ്ട്. അവളുടെ കാലിന് പക്ഷെ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബോധം തെളിഞ്ഞ ഉടനെ തന്നെ ഡേയെ കാണാനായി പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ മിന്നിനെ കാണാനായി ഹോസ്പിറ്റലിൽ വന്ന് ഡേ ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് വിജയിക്കുന്നില്ലെങ്കിലും ഈ ഒരു കാര്യം മിന്നിന്റെ കൂടെയുള്ള ആ ലേഡി കാണുന്നു. ആ ലേഡിക്ക് നന്നായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ശിവയാണ് മിന്നിന്റെ അച്ഛന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഡേയുടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും ഒക്കെ അറിയാവുന്നവർ ആ കാര്യങ്ങൾ ഇപ്പോ മിന്നിനോട് പറഞ്ഞിട്ടില്ല ശിവയെ ഓർത്ത്. പക്ഷേ ആ കാര്യം ഇപ്പോൾ ഡേയോട് പറയുന്നു. അതായത് ആരുടെ കസ്റ്റഡിയിലായിരുന്നു തന്റെ അച്ഛൻ എന്നത് ഡേയ്ക്ക് അറിയില്ല. ശിവയ്ക്ക് എവിടെ നിന്നാണ് അച്ഛനെ കിട്ടിയതെന്നും അവനും അറിയില്ല. മിന്നിന്റെ അച്ഛന്റെ കസ്റ്റഡിയിലായിരുന്നു തന്റെ അച്ഛൻ എന്ന് ഇപ്പൊ ഈ ലേഡി പറഞ്ഞാണ്
ഡേ അത് അറിയുന്നതും ഡേക്ക് ആകെ പാടെ കലിപ്പാവുന്നു. ഡേ വേഗം തന്നെ അയാളെ ചെന്ന് കണ്ട് എന്റെ അമ്മയുടെ ജീവൻ എടുത്തതും പോരാതെ എന്തിന് എന്റെ അച്ഛനെ ഇത്രയും നാള് കടത്തി വെച്ചു എന്നൊക്കെ ചോദിച്ച് അവൻ ദേഷ്യപ്പെടുമ്പോ ഞാൻ ആരെയും കടത്തി വെച്ചിട്ടില്ല. നിന്റെ അച്ഛൻ തെരുവിൽ അലഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ സഹായിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയാളെ കണ്ടു കിട്ടിയ സമയത്ത് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചാ നീ ഈ നാട് വിട്ടു പോയിരിക്കല്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നല്ല, ചെയ്ത തെറ്റ് മറച്ചു വെച്ചായിരുന്നു അവിടെ മിന്നിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ഇതേ ടീം ഡേ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്ന മിന്നിന്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഡേ ഇവിടെ ഒരു ബിസിനസ് നടത്തുന്നത് അവനെ ഇല്ലീഗൽ ബെറ്റിംഗിലേക്കും ഇല്ലീഗൽ ബോക്സിംഗിലേക്കും ഒക്കെ കൊണ്ടുപോയ ഇത്രയും നാൾ അവനെ ടേക്ക് കെയർ ചെയ്ത അതേ ആളുടെ കമ്പനിയാണ്. അവിടെ നിന്ന് അവർ കഷ്ടപ്പെട്ട് ചെയ്ത കുറെ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ ഓപ്പോസിറ്റ് കമ്പനിയായ മിന്നിന്റെ അച്ഛന്റെ കമ്പനി തട്ടിയെടുക്കുകയും അതുമൂലം അവർക്ക് വലിയ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ നിന്നൊരു ആള് ഡീറ്റെയിൽസ് ചോർത്തി കൊടുക്കാതെ ആ പ്രോജക്റ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കുന്ന അയാൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഡേ ആണ് അപ്പുറത്തുള്ളത് മിന്നിന്റെ അച്ഛന്റെ കമ്പനി ആയതുകൊണ്ട് മിന്നിന് വേണ്ടി ഡേറ്റ ചോർത്തി കൊടുത്തതാണെന്ന രീതിയിൽ അയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായി മിന്നിന്റെ അച്ഛന് സാധിക്കുന്നു. അങ്ങനെ കലിപൂണ്ട അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവേണ്ടിയിരുന്ന മിന്നിനെ തട്ടിക്കൊണ്ടു പോവുകയും അവളുടെ പേര് പറഞ്ഞ് ഡേയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. തന്റെ ഈ ബോസ് മിന്നിനെ ഒന്നും ചെയ്യാതിരിക്കാനായി ഡേ ആകട്ടെ അവിടെ ചെന്ന ഉടനെ തന്നെ മിന്ന് അവന്റെ ആരുമല്ല, അവനും മിന്നും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ബോസിനെ ബോധ്യപ്പെടുത്താനായി മിന്നിനെ ഭയങ്കരമായി ഇഗ്നോർ ചെയ്ത് സംസാരിക്കുന്നു. കൂടാതെ ഡേ അവിടേക്ക് സിവയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബോസിന്റെ അടുത്ത് നിന്ന് മിന്നിനെ രക്ഷപ്പെടുത്തി ഞാനല്ല തെറ്റിയത്, അപ്പൊ എന്നെ ശിക്ഷിച്ചാ പോരെന്നൊക്കെ പറഞ്ഞ് മിന്നിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സിവയുടെ കൂടെ വിടുന്ന ഡേക്ക് പക്ഷേ ബോസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും മുന്നേ അയാൾ അവനെ കലിപ്പില് വെടി വെക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ അവനെ സംരക്ഷിച്ചിട്ടും അവൻ ഇങ്ങനെ ചതിച്ചല്ലോ എന്നോർത്ത്. പക്ഷെ വെടിവെച്ച ശേഷമാണ് അവനല്ല കമ്പനിയുടെ ഡീറ്റെയിൽസ് ചോർത്തി കൊടുത്തത് താൻ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അയാൾ വേഗം തന്നെ ഡേയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നു. ഇതേ ടീം ഇപ്പോഴും തന്നെ ഡേ തള്ളി പറയുന്നതും ആ പെയിന്റിങ്സ് സൂക്ഷിച്ചു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെ ഓരോ നിമിഷം വെറുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പെയിന്റിംഗ് അവിടെ വെച്ചിരിക്കുന്നത്, നിന്നെ ഓർത്ത് വെറുത്തിരിക്കാൻ വേണ്ടിയാണെന്നെല്ലാം അവൻ പറഞ്ഞതിൽ ആകെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്ന മിന്നിപ്പോ ഡേയുടെ ഓർമ്മയ്ക്കായി അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പെയിന്റിംഗ് ഒക്കെ നശിപ്പിക്കുന്നത് കാണുന്ന സിവയ്ക്ക് എല്ലാ കാര്യങ്ങളും മിന്നിനോട് പറയണമെന്നുണ്ട്. അതായത് ഡേ ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നതല്ല, കാരണം അവൾക്ക് വേണ്ടി ഡേ അവന്റെ ലൈഫ് പോലും റിസ്കിലാക്കാനായി തയ്യാറാണ്. അത്രയ്ക്ക് ഡേക്ക് മിന്നിനെ ഇഷ്ടമാണെന്ന് സിവയ്ക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അവനത് പറയാനായി ഒരു ഗ്യാപ്പ് മിൻ നൽകുന്നില്ല. പക്ഷേ അധികം വൈകാതെ മിൻ സത്യങ്ങൾ തിരിച്ചറിയുന്നു. സിവ പറഞ്ഞു തന്നെയാണ് മിൻ ഡേയുടെ തന്നോടുള്ള ഇഷ്ടം തിരിച്ചറിയുന്നത്. അവൾ വേഗം തന്നെ ഡേയെ കാണാനായി പുറപ്പെടുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോഴേക്കും അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആയി. തന്റെ അച്ഛനാണ് ഡേയുടെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി, തന്റെ അച്ഛൻ തന്നെയാണ് ഡേയുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മിൻ അച്ഛനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവന്റെ അമ്മയെ ഞാൻ കൊന്നതിനെ അവൻ നിന്നെ കല്യാണം കഴിച്ച് പ്രതികാരം വിട്ടു എന്നുള്ള പേടിയില്ല, നിന്റെ നന്മയോർത്ത് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായി മിൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അച്ഛനോട് മിൻ ആകെ പിണങ്ങിയേക്കാണ്. അച്ഛനാകട്ടെ മിൻ പിണങ്ങിയപ്പോ സഹിക്കാനാവാതെ ഡേയോട് അതിനെപ്പറ്റി സംസാരിക്കാനായി അവനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആക്ട്രസ് മിന്നിന്റെ അടുത്തെത്തി എന്റെയും ഡേയുടെയും കല്യാണമാണ് വരണമെന്നും പറഞ്ഞ് അവളെ കല്യാണത്തിന് ക്ഷണിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മിൻ ആകെ തകരുന്നുണ്ടെങ്കിലും ആ ദിവസം ഡേയെ കണ്ട ആശംസകൾ അറിയിക്കാനായി അവൾ ചെല്ലുമ്പോൾ അവിടെ അവളുടെ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനെ കണ്ടപാടെ അച്ഛനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് അവൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കൂടാതെ എല്ലാം വൈകി, ഇനി തനിക്ക് ഡേയെ കിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് ആണ് അവളെ സർപ്രൈസ് ചെയ്ത് അവിടെ ഒരു കാര്യം നടക്കുന്നത്. ആക്ച്വലി ഇന്ന് ആക്ട്രസിന്റെയും ഡേയുടെയും കല്യാണം ആയിരുന്നില്ല, മറിച്ച് മിൻ പോലും അറിയാതെ അവളുടെ തന്നെ കല്യാണം അവളുടെ അച്ഛൻ ഉൾപ്പെടെ അവിടെ അറേഞ്ച് ചെയ്തതാണ്. ഡേയെ കണ്ട് മാപ്പ് പറയാനും എല്ലാ കാര്യങ്ങളും പുറത്തു തരണമെന്നും ആവശ്യപ്പെടാൻ പോയ മിന്നിന്റെ അച്ഛനോട് മിന്നിന്റെയും തന്റെയും കല്യാണം നടത്തി വെക്കണമെന്നായിരുന്നു ഡേ ആവശ്യപ്പെട്ടത്. അങ്ങനെ അന്ന് അവിടെ മിന്നിന് ഭയങ്കര സർപ്രൈസ് നൽകിക്കൊണ്ട് അവളുടെ കല്യാണം അവൾ ആഗ്രഹിച്ച കണക്ക് ഡേയുമായി നടക്കാണ്. അവരങ്ങനെ ഹാപ്പി ആയി പോകുന്ന ഇതേ ടീം തന്നെ നമ്മുടെ ശിവ അപ്പോഴേക്കും മിന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ അമ്മയും മകളെയും അവന്റെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ അമ്മയെ അവൻ വിവാഹം ചെയ്യാനും അവന്റെ കുട്ടിയായി ലൈഫിലേക്ക് കൂട്ടാനുമാണ് അവൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് മിന്നിന്റെയും വിവാഹശേഷം ആദ്യം പോകുന്നത് ലൈഫിൽ അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ സ്ട്രീറ്റിലേക്കാണ്. അവിടെ വെച്ച് തന്നെ ലൈഫ് ലോങ് ഇനി ഒന്നിച്ചുണ്ടാവും, ഏതൊരു സാഹചര്യത്തിലും പരസ്പരം വിട്ടുപോകില്ല എന്ന് രണ്ടുപേരും വാക്ക് നൽകുന്നു. അങ്ങനെ അവർ ഹാപ്പി ആയുള്ളത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ബൈ.